ഓരോ ക്രിസ്ത്യാനിയും ഓരോ കത്തോലിക്കനും തിരിച്ചറിയണം, യു ആർ ചോസൻ. എല്ലാവരും ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ജനതകളുടെ മ്ലേച്ഛതകൾ അനുകരിക്കരുത്, ജനതകളുടെ മ്ലേച്ഛതകൾ അനുകരിക്കരുത്. നിഷ്കളങ്കരെ വേദനിപ്പിക്കരുത്. അത് ബൈബിളിൽ ആകമാനമുള്ളൊരു മെസ്സേജാണ്. നിങ്ങളത് ബൈബിൾ ശ്രദ്ധയോടെ വായിക്കുന്നവർക്ക് മനസ്സിലാകും. ബൈബിളിൽ ആകമാനമുള്ള ഒരു തീമാണ്. എന്താണെന്നറിയാമോ? നിഷ്കളങ്കരെ വേദനിപ്പിച്ചാൽ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇത് ബൈബിളിലുണ്ട്, ഇങ്ങനൊരു കൺസെപ്റ്റ്. നിഷ്കളങ്കരെ വേദനിപ്പിക്കരുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അച്ചോ ഞങ്ങളാരും പാവങ്ങളെ വേദനിപ്പിക്കാൻ പോകുന്നൊന്നുമില്ല, ഞങ്ങളിവിടെ സമാധാനമായിട്ട് ബാംഗ്ലൂരിൽ ജീവിക്കുന്നു, ഞങ്ങൾ ഏത് പാവങ്ങളെ വേദനിപ്പിക്കാനാണ് പോകുന്നത്? എന്താ സംഭവം എന്നറിയാവോ? നീ കൂലി കൊടുക്കാതിരുന്ന, അർഹിക്കുന്ന കൂലി കൊടുക്കാതെ, ഇത് നീതിയും ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണേ. നമ്മളൊക്കെ ചിലപ്പോൾ പള്ളിക്കകത്ത് പക്കയായിരിക്കും, അയ്യോ സ്വർഗസ്നാപനമൊക്കെ ചെല്ലുന്ന കേട്ടാൽ കർത്താവ് തമ്പുരാൻ ഇങ്ങനെ ഇറങ്ങി പോരും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നീ ചെല്ലിട്ടേ നിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നയാൾക്ക് കൂലി കൊടുത്തോ? കൃത്യമായിട്ട് കൊടുത്തോ? നിന്നോട് കച്ചവടത്തിൽ ഏർപ്പെട്ട ഒരാൾക്ക് നേരോടെ നെറിയോടെ അവൻ അർഹിക്കുന്നത് നീ കൊടുത്തോ? കൊടുത്തിട്ടില്ലെങ്കിൽ പാപമായെന്നേ. നമ്മുടെ വിചാരം എന്താ? പള്ളിക്ക് കൃത്യമായിട്ട് പിരിവ് കൊടുക്കുന്നു, കുർബാന മുടക്കാതിരിക്കുന്നു, സന്ധ്യാപ്രാർത്ഥന, ഇങ്ങനത്തെ കപട ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടുകയാണ്. എല്ലാം പക്കയാ, റിലീജിയസ് ആണ്. ജസ്റ്റ് ആണോ? അല്ല. നീതിബോധം ഉണ്ടോ? ഇല്ല. ഇത് കർത്താവ് ഇടപെടും. നമുക്ക് അർഹതപ്പെടാത്ത കാശ് വീട്ടിൽ കൊണ്ട് കയറ്റരുത്. ഇത് പ്രത്യേകം ഓർത്തേക്കണേ. നമുക്ക് അർഹതപ്പെടാത്ത കാശ് വീട്ടിൽ കൊണ്ട് കയറ്റരുത്. അതായത് നമുക്ക് അർഹതപ്പെടാത്ത, നമ്മൾ വീട്ടിൽ കൊണ്ട് കയറ്റിയിരിക്കുന്ന ഓരോ ചില്ലി കാശിന്റെ മേലും അത് അർഹതപ്പെട്ടവന്റെ നിലവിളിയുണ്ട്. ഏതോ പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കണ്ണീരുണ്ട്. ആ കാശ് കൊണ്ട് വേണമായിരുന്നു അവനവന്റെ മക്കളെ ഊട്ടാൻ, അവന്റെ പിള്ളേർക്ക് തുണി വാങ്ങിച്ചു കൊടുക്കാൻ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ. അപ്പോൾ നിനക്ക് അധിക ലാഭം വന്നിട്ടുണ്ടെങ്കിൽ, ഏത് മേഖലയിലാണെങ്കിലും നിനക്ക് അധിക പണം, അധിക ലാഭം വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആരൊക്കെയോ കൊള്ളയടിക്കപ്പെട്ടു. അതിന്റെ ഫലമാണ് അധിക ലാഭം. നിഷ്കളങ്കനെ വേദനിപ്പിക്കുകയാണ്. ദൈവം ചോദിക്കും, പ്രതികാരം ചോദിക്കും. ആ പാപം ചെയ്യരുത്. ഇസ്രായേലിനെ പറ്റിയ അപകടമാണ് നിഷ്കളങ്ക രക്തം വീഴിച്ചു എന്നുള്ളത്. രണ്ട് പാപങ്ങളെ കുറിച്ച് പറയും. അപകടം പിടിച്ച രണ്ട് പാപങ്ങൾ, നമ്മൾ അശ്രദ്ധമായിട്ട് വിട്ട് കളയുന്ന രണ്ട് പാപങ്ങൾ. ഈ പാപമാണ് വേര്. ഇതിൻ്റെ എക്സ്പ്രഷൻസ് ആണ് മറ്റൊരുപാട് പാപങ്ങൾ. ഈ രണ്ട് പാപങ്ങളെക്കുറിച്ച് ആദ്യം പറയും. അത് പറഞ്ഞിട്ട് അതിനുശേഷം പറയുന്നത് ഈ ഇസ്രായേലിൻ്റെ പതനത്തിന്, അടിമത്തത്തിന് കാരണമായ 7 പാപങ്ങളെക്കുറിച്ച് ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം 36-ാം അധ്യായത്തിലുണ്ട്. 7 പാപങ്ങളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകും നമ്മൾ. അതിനുശേഷം വീണ്ടും പുതിയ നിയമത്തിലേക്ക് വന്നിട്ട് കർത്താവ് തമ്പുരാൻ കലഹിച്ച ആറ്റിറ്റ്യൂഡ്സ്, അതാണ് പാപമെന്ന് വിശേഷിപ്പിക്കാം. കർത്താവ് കലഹിച്ച ചില നിലപാടുകൾ, ശിഷ്യന്മാരുടെ ആകാം, സമൂഹത്തിൻ്റെ ആകാം. കർത്താവിന്, ഈശോയ്ക്ക് ഇഷ്ടക്കേടുണ്ടായിരുന്ന ചില നിലപാടുകൾ, അത് നമ്മളിൽ നിന്ന് മാറ്റണം. അത് പാപമാണ്. അതുകൊണ്ടാണ് കർത്താവ് കലഹിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? ഇതുവരെ ബീറ്റിംഗ് അറൗണ്ട് ദ ബുഷ്, കാട് വെട്ടിത്തെളിക്കും. എല്ലാ സന്ദേശത്തിനും ആദ്യം ഇങ്ങനൊരു പരിപാടിയുണ്ട്, കള ഒരുക്കുക എന്നൊക്കെ പറയത്തില്ലേ? പതുക്കെ ഒന്ന് മെരുക്കിയെടുത്ത് വന്നതേ ഉള്ളൂ. നമ്മൾ അകത്തേക്ക് പതുക്കെ മെല്ലെ കയറുകയാണ്. എൻ്റെ കൂടെ നിൽക്കണം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്ക് റിപ്പീറ്റ് ചെയ്യാം, പക്ഷേ ശ്രദ്ധ പോകരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം വചനം പ്രസംഗിക്കുന്നതിനെക്കാട്ടിലും കൃപ വേണം. ഏതിന്? സത്യമായിട്ടും വചനം പ്രസംഗിക്കുന്നതിനെക്കാട്ടിലും കൃപ വേണം വചനം കേൾക്കാൻ. വചനം പ്രസംഗിക്കാൻ കൃപയുള്ള കുറേ പേര് നമുക്കിന്ന് സഭയിലുണ്ട്. പക്ഷെ വചനം കേൾക്കാൻ കൃപയുള്ളവർ ഇല്ല. അതുകൊണ്ടാണ് വചനപ്രഘോഷകരുടെ എണ്ണമേറിയിട്ടും ധ്യാന കേന്ദ്രങ്ങളുടെ എണ്ണമേറിയിട്ടും ആ വചനമൊന്നും ഫലം പുറപ്പെടുവിക്കാത്തത്. വിളമ്പുന്ന വചനത്തിനൊരു കുറവില്ല, പക്ഷെ വചനം സ്വീകരിക്കാനുള്ള അഭിഷേകം നമുക്ക് കിട്ടുന്നില്ല. നമ്മൾ ജസ്റ്റ് കേൾവിക്കാരായിട്ട് പോവുക. അതുകൊണ്ട് അത് സംഭവിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കണേ. ഇതിനിടയ്ക്ക് പിശാചു വരും, നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് പറയും, ഇത് കട്ടിയാണ്, ഇത് വേറെ പണിയൊന്നുമില്ലേ, ഇങ്ങനെ ചുമ്മാ ഒച്ചപ്പാടും ബഹളമാണ്, ഇത് ഇത്രയും കട്ടിയായിട്ട് പറയേണ്ട വല്ല കാര്യമുണ്ടോ? വിട്ടുകള, പോട്ടെ, സാരമില്ല, ഇരുന്ന് കൊടുക്കാം. ഇത് ശ്രദ്ധിക്കേണ്ടതേ, ഇവിടെ പിശാചാണ്. അത് ഓർത്തിട്ട് അവനെ ആട്ടിപ്പായിച്ചോണം. പരിശുദ്ധ സ്ലീവാർ അടയാളത്താൽ സാത്താനെ ദൂരെ പോകൂ എന്ന് പറഞ്ഞ് ആട്ടിപ്പായി ശ്രദ്ധയോടെ കേട്ടിരിക്കണേ. രണ്ട് പാപങ്ങൾ.
രണ്ട് മൂലപാപങ്ങൾ, അപകടം പിടിച്ച രണ്ട് പാപങ്ങൾ. ഇതിൻ്റെ അപകടം എന്താണെന്ന് വെച്ചാൽ നിയമാവർത്തന പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഇങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ട്. ഈ സെൻറ്റൻസ് ശ്രദ്ധിക്കണേ. ഞാൻ ചോദ്യം ചോദിക്കും. ഈ സെൻറ്റൻസ് 2 പ്രാവശ്യം പറഞ്ഞ് ഞാൻ ചോദ്യം ചോദിക്കും. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത്. ഇതാണ് ആഹ്വാനം. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ടാകരുത് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിക്കാനാണ് പറയുന്നത്. ഞാനപ്പോൾ ഉണ്ട് എന്ന രീതിയിൽ പറയാം. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. ഒന്നുകൂടെ കേട്ടോ. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. ചോദ്യം ചോദിക്കാൻ പോവാണ്, ഉത്തരം പറയണം. മരം ഉണ്ടോ ഇല്ലയോ? വേഗം പറ. മരം ഉണ്ടോ ഇല്ലയോ? മരം ഉണ്ടോ ഇല്ലയോ? വേഗം. മരം ഉണ്ടോ ഇല്ലയോ? ഉറപ്പിച്ച് പറ. മരം ഉണ്ടോ ഇല്ലയോ? മരം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്, ഉണ്ട്. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. മരം ഉണ്ടോ ഇല്ലയോ? അതാണ് ബുദ്ധിയുള്ള ആരൊക്കെ ഉണ്ടല്ലോ ഈ കൂട്ടത്തിൽ. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. ഇപ്പം മരമില്ല. ഇപ്പം എന്താ ഉള്ളേ? വേര്. എന്താ മരവും വേരും വ്യത്യാസം? വേര് അടി കിടക്കുകയാണ്, കാണാൻ വയ്യ. മരമാണെങ്കിൽ കാണാമായിരുന്നു. വേര് അടി കിടപ്പുണ്ട്. വേരിപ്പോൾ ഉണ്ട്. ഇപ്പം കുഴപ്പമില്ല, ഇപ്പോൾ വേരായിട്ടാണ് കിടക്കുന്നത്. നാളെ എങ്ങാനൊരു മഴ പെയ്തിട്ട് ഈ വേര് പൊട്ടിക്കിളുത്ത് അത് നാമ്പെടുത്ത് അത് ചെടിയായി വളർന്ന് മരമായി ഫലം ചൂടിയാൽ അതിലുണ്ടാകുന്ന ഫലത്തിന് 2 പ്രത്യേകത ഉണ്ടായിരിക്കും. എന്തൊക്കെയാണത്? അത് കയ്പാണ്, വിഷമാണ്. അപ്പം ഇപ്പം എന്താ ഉള്ളത്? ഈ ഞാൻ പറയാൻ പോകുന്ന ഈ 2 പാപങ്ങളില്ലേ, ഇനി പറയാൻ പോകുന്ന 2 പാപങ്ങൾ, അത് ഏത് ഗണത്തിൽപ്പെടും അറിയാമോ? അത് ഏത് ഗണത്തിൽപ്പെടും? അത് വേരാണ്. ഡീപ്പ് ഇൻസൈഡ് അകത്ത് കിടക്കുന്ന 2 പാപമാണ്. ഏതായിരിക്കും ആ പാപങ്ങൾ? അച്ഛാ സസ്പെൻസ് ഇടാതെ കാര്യം പറ, വെറുതെ ടെൻഷൻ എടുപ്പിക്കാതെ. ഇത് നമുക്കുണ്ടോ ഇല്ലെന്ന് അറിയണ്ടേ? ഏതൊക്കെയാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഏതാണ് 2 പാപങ്ങൾ? ചുമ്മാ ജസ്റ്റ് ഗസ് വർക്ക്. ചേട്ടാ ഏതാ 2 പാപം? ചക്ക വീട് മുയിൽ ചാകുന്നെങ്കിൽ ചാകട്ടെ. മാരക പാപം. ഇതിപ്പോൾ അതിനേക്കാളിലും വലിയ പാപത്തിൻ്റെ പേര് പറഞ്ഞു. ഏതായിരിക്കും ആ പാപം? ഞാൻ ഈ പറഞ്ഞു വരുന്ന പാപം ഏതായിരിക്കും? ചുമ്മാ ഇഷ്ടം പോലെ ഉണ്ടല്ലോന്നേ വെറൈറ്റീസ്. ഇതെങ്ങനെ കൃത്യം ഒത്തു കിട്ടി? കറക്റ്റാണ് ചേച്ചി പറഞ്ഞത്. കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് അകത്ത് കിടക്കുന്നൊരു പാപം. കറക്റ്റാണ്. ഒന്നാമത് ഞാൻ പറയാൻ വെച്ചിരുന്ന പാപം അത് തന്നെയാണ്. അഹങ്കാരം. എന്തുകൊണ്ടാണ് ഇതിനെ വേരെന്ന് വിളിക്കുന്ന അറിയാമോ? അഹങ്കാരം അകത്ത് കിടക്കത്തേ ഉള്ളൂ. നമുക്ക് ആർക്കെങ്കിലും അഹങ്കാരം കാണാൻ പറ്റുമോ? ഇല്ല. അഹങ്കാരം കാണാൻ പറ്റും. ഒരാൾ ചീത്ത വിളിച്ചു, ഒരു പാപമായിട്ട് പറയത്തില്ലേ ഞാൻ ചീത്ത വിളിച്ചു? കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. അഹങ്കാരം കാണാൻ പറ്റുമോ? ഇല്ല, അകത്ത് കിടക്കുക. അല്ലെങ്കിൽ പരദൂഷണം പറഞ്ഞോളൂ പറയത്തില്ലേ, പരദൂഷണം പറഞ്ഞു, കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. അഹങ്കാരം കാണാൻ പറ്റുമോ, കേൾക്കാൻ പറ്റുമോ? ഇല്ല, അകത്ത് കിടക്കുക. വേര. ഇത് പുറത്തു വരും. ഇത് അറഗൻസ് ആയിട്ട് പുറത്തു വരും. ഇത് ദേഷ്യമായിട്ട് പുറത്തു വരും. ഇത് പുച്ഛമായിട്ട് പുറത്തു വരും. കാരണം ഇതിൻ്റെയൊക്കെ റൂട്ട് കോസ് എന്താണ്? നമ്മൾ കുമ്പസാരത്തിൽ പറയുന്നത് എന്താ? ഞാൻ ദേഷ്യപ്പെട്ടു, ഞാൻ മറ്റുള്ളവരെ പരിഹസിച്ചു. പക്ഷെ അകത്ത് കിടക്കുന്ന സാധനം എന്താ? ഞാൻ. അഹങ്കാരം എന്നൊരു ഒരു വേര് അകത്ത് കിടപ്പുണ്ട്. നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും. അടുത്ത പാപം ഏതായിരിക്കും? എൻ്റെ ആത്മാവിനെയും എൻ്റെ സമൂഹ ജീവിതത്തെ, കുടുംബജീവിതത്തെ, എൻ്റെ ക്രൈസ്തവ സമൂഹ ജീവിതത്തെ തകർത്ത് കളയുന്ന അടുത്ത പാപം. ഏതായിരിക്കും അത്? ഇതുപോലെ റൂട്ടാണ്, വേരാണ്. അടുത്ത പാപം എനിക്കറിയാം, നിങ്ങൾക്കൊന്നും അധികം പാപങ്ങളില്ലാത്ത ആൾക്കാരാണ്, കഷ്ടപ്പാടാണെന്ന് എനിക്കറിയാം. ഒരു പാപമൊക്കെ പറയണമെങ്കിൽ ബുദ്ധിമുട്ട്. ഞാൻ നിങ്ങൾ അനുഭവിക്കുന്ന സ്ട്രഗിൾ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നാട്ടിലേക്കായിരുന്നു ഇഷ്ടം പോലെ കേട്ടത് തന്നെ. ഇവിടെ പിന്നെ നിങ്ങൾ പാപം ചെയ്യാത്തവരായതുകൊണ്ട് അങ്ങനെ വരാത്തതായിരിക്കും. ഏതായിരിക്കും അത്? എന്തോ എങ്ങൊന്നും വന്നു. കറക്റ്റ്. ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ വചനം പ്രഘോഷിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ 2-3 പേരെ സെലക്ട് ചെയ്തിട്ട് അങ്ങ് പ്രസംഗിച്ചാൽ മതിയായിരുന്നു. കാരണം കറക്റ്റ് സാധനമൊക്കെയാണ് വരുന്നത്. കറക്റ്റാണ്, എക്സാക്റ്റ്. ഇത് 2 ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, ഇതിവിടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കർത്താവ് തന്നെ നിങ്ങളുടെ വായിലൂടെ കേൾപ്പിക്കത്തില്ലായിരുന്നു. അസൂയ പെട്ടെന്ന് പറഞ്ഞു പോകാം. ഇതുണ്ടല്ലോ, ഞാൻ ഈ പറയുന്ന ഓരോ പാപവും ഒരു 1.5 മണിക്കൂറിൻ്റെ 2 മണിക്കൂറിൻ്റെ ടോക്കാണ്. ഞാൻ ഇതിനെ ഇങ്ങനെ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ള ജോയിച്ചേട്ടനറിയാം, ഇതിങ്ങനെ എന്നാ പറയേണ്ടത്, നമ്മൾ വിൻസിപ്പ് ഫയലായിട്ട് അയക്കുന്നത് പോലെ കംപ്രസ് ചെയ്ത് വെക്കുകയാണ്. ഭയങ്കരമായിട്ട് കംപ്രസ് ചെയ്തിട്ടാണ് ഈ സാധനം ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഐ ട്രസ്റ്റ് യു, നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റും, അല്പം തിരക്ക് പിടിച്ചാലും നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റും എന്ന വലിയ വിശ്വാസത്തോടെയാണ് ഞാനിത് പറയുന്നത്. അഹങ്കാരത്തെക്കുറിച്ച് ഒറ്റ കാര്യമുള്ളൂ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അത്
അല്ലേ? യെശയ്യ 6:1. എന്താ യെശയ്യ 6:1? യെശയ്യ 6:1 ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. ഒന്നുകൂടെ കേട്ടെ, ശ്രദ്ധിച്ച് കേട്ടെ. ഏത് പുസ്തകം, എത്ര അധ്യായം, എത്ര വാക്യം? യെശയ്യ. കുറച്ച് ബൈബിളിലൊക്കെ പഠിച്ചില്ലായിരുന്നു ഇതിനിടയ്ക്ക്? മർത്ത ലൂക്ക 10. തിരിച്ചുവൻ സ്വസ്ഥമായിരുന്ന രക്ഷ പ്രാപിക്കും. ഏത് പുസ്തകം, എത്ര അധ്യായം, എത്ര വാക്യം? യെശയ്യ 30:15. ഇതിനിടയ്ക്ക് ഞാനിങ്ങനെ പാസിംഗ് ആയിട്ട് മെൻഷൻ ചെയ്ത് പോയായിരുന്നു. ഇസ്രായേലിൻ്റെ പതനത്തിന് കാരണമായ 7 പാപങ്ങൾ ഇന്ന പുസ്തകം, ഇത്രാം അധ്യായം എന്ന് പറഞ്ഞായിരുന്നു. ആരെങ്കിലും കേട്ടോ നോക്കട്ടെ? നിയമാവർത്തനം അല്ല, അതല്ല. ദിനവൃത്താന്തം 2-ാം പുസ്തകം, ദിനവൃത്താന്തം 2-ാം പുസ്തകം 36-ാം അധ്യായം. എൻ്റെ കർത്താവ്, ഭയങ്കര സ്റ്റുഡൻസ് ആണല്ലോ ഇത്. കൊള്ളാം. ദിനവൃത്താന്തം 2-ാം പുസ്തകം 36-ാം അധ്യായം. ഇത് പറഞ്ഞു നിയമാവർത്തനം 29:18 കയ്പുള്ള വിഷഫലം കായ്ക്കുന്ന മരത്തിൻ്റെ വേര് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞെത്തിയിരിക്കുന്ന എവിടെയാ? യെശയ്യ 6:1. ഒന്നുകൂടെ കേട്ടെ. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. ഇനി ഉത്തരം പറ. ആര് കണ്ടു? ഉസിയായോ? യെശയ്യ കണ്ടു. ആര് കണ്ടു? യെശയ്യ കണ്ടു. എന്ത് കണ്ടു? കർത്താവ് ഉന്നതമായ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് കണ്ടു. എന്ന് കണ്ടു? ഇങ്ങനെ നമ്മൾ ബൈബിളിനെ കീറി മുറിക്കുകയാണ്. എന്ന് കണ്ടു? ഉസിയ രാജാവ് മരിച്ച വർഷം കണ്ടു. ഇത്രയും കാര്യം മനസ്സിലായില്ലേ? ഇനി നമ്മൾ അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയാണ്. യെശയ്യ ആരാണ്? കർത്താവിൻ്റെ വലിയ പ്രവാചകനാണ്. മേജർ പ്രോഫറ്റ്സിൽ ഒരാളാണ്. 4 മേജർ പ്രോഫറ്റ്സ് ആണ് ബൈബിളിലുള്ളത്. നമ്മൾ ടെക്സ്റ്റ് അനുസരിച്ച് 4 മേജർ പ്രോഫറ്റ്സ്. ആ മേജർ പ്രോഫറ്റ്സിൽ ഒരാളാണ്. അതിൽ ഫസ്റ്റാണ് ആര്? യെശയ്യ. ആ മേജർ പ്രോഫറ്റായ യെശയ്യയ്ക്ക് പോലും ദൈവദർശനമുണ്ടാകാൻ ആര് മരിക്കേണ്ടി വന്നു? അങ്ങനെയാക്കും. ആര് മരിക്കേണ്ടി വന്നു? ഉസിയ മരിക്കേണ്ടി വന്നു. ഉസിയ ചാകേണ്ടി. അപ്പോൾ ഉസിയ ആരാന്നറിയണം. നമുക്ക് ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൽ 20-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. 14-ാമത്തെ വയസ്സിൽ രാജഭരണം ഏറ്റെടുത്തവനാണ് ഉസിയ. ഉസിയ ഈസ് ഈക്വൽ ടു അഹങ്കാരം. അത് ഞാൻ പറഞ്ഞുതരാം. ഉസിയ ഈസ് ഈക്വൽ ടു അഹങ്കാരം. 14-ാമത് രാജഭരണം ഏറ്റെടുത്തു. മിടുക്കനായിരുന്നു, സാമർത്ഥ്യം ഉണ്ടായിരുന്നു, ദൈവഭക്തനായിരുന്നു, എല്ലാം കൊള്ളായിരുന്നു. അതുകൊണ്ടാണല്ലോ 14-ാമത്തെ വയസ്സിൽ പിടിച്ച് രാജഭരണം ഏൽപ്പിച്ചത്. 19 വർഷം ഭരിച്ചു. 54 വർഷം ഏതാണ്ട് രാജഭരണം കയ്യാളി, രാജാവായിട്ടിരുന്നു. 54 വർഷം കഴിഞ്ഞപ്പോൾ നാടെങ്ങും പരന്നു. എന്ത്? ഇസ്രായേലിന് രാജാവുണ്ട്, മിടുക്കനാണ്, സൂപ്പറാണ്, അടിപൊളി രാജാവാണ്. മറ്റ് ദേശക്കാർ കണ്ണുവെച്ചു. ആരെ? ഉസിയായെ. ഇവൻ്റെ ജനപ്രീതി നാടെങ്ങും പരന്നു. അപ്പോൾ ഉസിയായിക്ക് എന്ത് പറ്റി? ഇനി സ്വാഭാവികമായിട്ട് ഉസിയായിക്ക് എന്ത് പറ്റും? ഇത്രയൊക്കെ ആയെങ്കിൽ പിന്നെ അടുത്ത ഉസിയായിക്ക് എന്ത് പറ്റും? ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു, ഉസിയ അഹങ്കാരപ്രമത്തനായി തീർന്നു. എന്നിട്ട് ഈ അഹങ്കാരം അവൻ വീട്ടിൽ കാണിച്ചാൽ കുഴപ്പമില്ലായിരുന്നു. ഇവൻ എവിടെ കാണിച്ചെന്നറിയാമോ? ഇവൻ ഈ അഹങ്കാരം പള്ളിയിൽ പോയി കാണിച്ചു. ഇവൻ ഒരു ദിവസം ജെറുസലേം ദേവാലയത്തിൽ കയറിയപ്പോൾ അവിടെ ധൂപക്കുറ്റി കിടക്കുന്ന കണ്ടു. ഇന്നത്തെ പോലെ പിള്ളേർ സെറ്റല്ല ധൂപക്കുറ്റി വീശുന്നത്, പുരോഹിതൻ മാത്രമാണ് ധൂപക്കുറ്റി വീശുന്നത്. അതുകൊണ്ടാണ് സക്കറിയ നറുക്ക് വീണതനുസരിച്ച് ധൂപക്കുറ്റി വീശാൻ പോയി നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കൊതിയോടെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട കാര്യമാണ്, അത് പുരോഹിതൻ ചെയ്യേണ്ട കാര്യമാണ് ധൂപക്കുറ്റി. ഇവൻ എന്തോർത്തു? ഞാൻ രാജാവല്ലേ. രാജത്വത്തിൽ അഹങ്കരിച്ച് ഉസിയ ധൂപക്കുറ്റി എടുത്ത് വീശാൻ വന്നു. അപ്പോൾ ഒരു പുരോഹിതൻ, നട്ടലുള്ളൊരു പുരോഹിതൻ ഉണ്ടായിരുന്നു. എല്ലാ പുരോഹിതർക്കും അത് ഉണ്ടാകണമെന്നില്ല, പക്ഷേ ഈ പുരോഹിതൻ അതുണ്ടായിരുന്നു. ആരാണെന്നറിയാമോ? അഹസ്യ പുരോഹിതൻ വന്നിട്ട് ഈ ഉസിയായോട് പറഞ്ഞു, അതവിടെ തിരിച്ചു വെച്ചേക്കാം, അത് നിൻ്റെ പണിയല്ല, തിരിച്ചു വെച്ചേക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ പുരോഹിതനോട് കയർത്തു എന്നാണ് ബൈബിളിലുള്ളത്. പുരോഹിതനോട് എന്ത് പറഞ്ഞായിരിക്കും കയർത്തത്? സ്വാഭാവികമായിട്ടും എന്ത് പറഞ്ഞായിരിക്കും ഒച്ചപ്പാടും ബഹളം വെച്ചത്? വീണ്ടും അതേ ഡയലോഗ്, ഞാൻ രാജാവല്ലേ. ഇതല്ലേ അവൻ്റെ അഹങ്കാരം. ഈ സാധനം, ഞാൻ രാജാവല്ലേ. അടുത്ത മൊമെന്റിൽ ഇവനുള്ള ശിക്ഷ കർത്താവ് കൊടുത്തു. ശിക്ഷ, ഇവൻ്റെ നെറ്റിയിൽ കുഷ്ഠം വന്നു. ഉസിയായുടെ നെറ്റിയിൽ കുഷ്ഠം വന്നു. എന്തുകൊണ്ടാണ് നെറ്റിയിൽ കുഷ്ഠം വന്നത്? എന്തുകൊണ്ടായിരിക്കും ഉസിയായുടെ നെറ്റിയിൽ കുഷ്ഠം വന്നത്? അവൻ്റെ കയ്യേ വരാതെ, കാലേ വരാതെ, നെഞ്ചത്ത് വരാതെ നെറ്റിയിൽ കുഷ്ഠം വന്നത് എന്തുകൊണ്ടാണ്? എല്ലാവരും കാണണം അല്ലേ? 4 പേര് കാണണം. നെറ്റിയെ തന്നെ ബൾബ് പിടിപ്പിക്കുന്നുള്ളൂ ഇരിക്കട്ടെ വിചാരിച്ചിട്ട്. നീ പുറത്തോട്ടേക്ക് നടക്കണം, എല്ലാവരും കാണട്ടെ, അതുകൊണ്ട് നെറ്റിയെ കൊടുത്തു. പിന്നെ
അതാണ് എൻ്റെ കാര്യം. അതായത് ഇവൻ്റെ അഹങ്കാരം എന്തായിരുന്നു? ഇവൻ്റെ അഹങ്കാരത്തിൻ്റെ വിഷയം എന്തായിരുന്നു? രാജാവാണ്. കർത്താവ് തമ്പുരാൻ അവിടെ അടി കൊടുക്കുകയാണ്. ഇനി നീ കിരീടം വെക്കണ്ട. ഈ അഹങ്കാരം എന്ന പാപത്തിന് അങ്ങനത്തെ അപകടമുണ്ട്. അതായത് നമ്മൾ അഹങ്കരിച്ച് ദൈവത്തിന് മുമ്പാകെ പോലും ചിലപ്പോൾ നമ്മൾ അറിയാണ്ടാണെന്നേ, പലരും അറിവില്ലായ്മ കൊണ്ടാണ് സംഭവിച്ചു പോകുന്നതാണ്. ദൈവത്തിന് മുമ്പാകെ പോലും നമ്മൾ അഹങ്കാരികളായിട്ട് മാറും. എപ്പോഴും ഓർക്കണേ, ഭയത്തോടെ ഓർക്കണേ, എന്തിനെക്കുറിച്ചാണ് നീ അഹങ്കരിക്കുന്നത്? ചിലപ്പോൾ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നതല്ല, അതുകൊണ്ട് ചിലപ്പോൾ എന്ന് പറയുന്നത്. എന്തിനെക്കുറിച്ചാണ് നീ അഹങ്കരിക്കുന്നത്? ചിലപ്പോൾ കർത്താവ് തമ്പുരാൻ നീ അഹങ്കരിക്കുന്നിടത്ത് നിനക്ക് അടി തരും. അതുകൊണ്ടാണ് ഇത് ഭയത്തോടെ. ഈ പാപത്തെ മാറ്റിക്കണം. നിന്റെ അഹങ്കാരം എന്താ? നിന്റെ വരുമാനമാണോ നിന്റെ അഹങ്കാരം? ഒരു കൊറോണ വന്നാൽ പോലെ തീർന്നില്ലേ? നിന്റെ മക്കളാണോ നിന്റെ അഹങ്കാരം? മക്കളെക്കുറിച്ച് അഹങ്കരിച്ച് എത്രയോ മാതാപിതാക്കൾ പിന്നീട് കരയേണ്ടി വന്നിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടില്ലേ? മക്കളുടെ മെച്ചപ്പാടോർത്ത് എന്തിനാ? മാറ്റമില്ലാത്തതായിട്ട് എന്താ ഉള്ളത്? കർത്താവ് തമ്പുരാൻ അല്ലാതെ. അഹങ്കരിക്കാൻ നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെന്തിലാണ്? ഈ കർത്താവ് തമ്പുരാനല്ലാതെ മറ്റൊന്നിൽ നമുക്ക് അഭിമാനിക്കാൻ അഹങ്കരിക്കാനോ ഇല്ല. കാരണം മറ്റെല്ലാം മാറ്റമുള്ളതാണ്. ഞാൻ ഒരു മണ്ടനുണ്ടായിരുന്നല്ലോ സുവിശേഷത്തിൽ. ആരാത്? ഭോഷനായ ധനികൻ. അവനെ വിശേഷിപ്പിക്കുന്ന അങ്ങനല്ലേ? കാശിഷ്ടം പോലുണ്ട്. ഭോഷൻ. എന്താ അവൻ്റെ പ്രശ്നം? ആ സുവിശേഷ ഭാഗം വായിക്കണം. ഏറ്റവും അധികം ആവർത്തിച്ചു വരുന്ന വാക്ക് ഏതെന്നറിയാമോ? ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ. ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും, എൻ്റെ ആത്മാവെ തിന്നുകുടിച്ച് ആനന്ദിക്കുക. എൻ്റെ പുരയിൽ ഞാൻ സൂക്ഷിച്ചു വെക്കും. ദീർഘകാലത്തേക്കുള്ള ധാന്യം ഞാൻ സൂക്ഷിച്ചു വെക്കും. ഞാൻ എൻ്റെ. അപ്പൊ കർത്താവ് വന്നിട്ട് തോണ്ടിയിട്ട് പറയണം, എടാ നിന്റെ ആത്മാവിനെ ഞാനിങ്ങെടുത്താ തീർന്നില്ലേ? അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് മുമ്പാകെ എളിമപ്പെടാൻ പറ്റണം. ഈ പാപം, ഈ സാധനം അകത്തുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഞാൻ പറയുന്നുണ്ടല്ലോ, ഇത് സമ്പത്തുമായിട്ടോ പേരും പെരുമയുമായിട്ടോ നമ്മുടെ പ്രൊഫഷനായിട്ടോ ഒന്നും ബന്ധമില്ല. ആർക്കും, കാശുള്ളവനും കാശില്ലാത്തവനും പഠിപ്പുള്ളവനും പഠിപ്പില്ലാത്തവനും ഒക്കെ ബാധിക്കാൻ സാധ്യതയുള്ള പാപമാണ്. ഇനി ഈ പാപം ഇല്ലെന്ന് കാണിക്കാൻ വേണ്ടി വളഞ്ഞു കുത്തി നടന്നിട്ട് കാര്യമില്ല. ചിലരങ്ങനെയുണ്ട്. വയറ് നിറയെ അഹങ്കാരമാണ്. പക്ഷെ ആരെങ്കിലും കണ്ടാൽ നടുവ് വളച്ച നടക്കൂ. എളിമപ്പറമ്പിൽ എന്ന വീട്ടുപേര്. ഒരു കാര്യമില്ല. അത് നാട്യമാണ്. അതല്ല കർത്താവ് പ്രതീക്ഷിക്കുന്നത്. ഹൃദയപൂർവ്വം ദൈവത്തിന് മുമ്പാകെ എളിമപ്പെട്ട് എല്ലാം കർത്താവിൻ്റെ ദാനമെന്ന് പറഞ്ഞ് നിൽക്കാൻ പറ്റണം നമുക്ക്. പ്രത്യേകിച്ച് എളിമപ്പെടേണ്ട സ്ഥലം എവിടെയെന്നറിയാമോ? ഈ അഹങ്കാരം എടുത്ത് മാറ്റേണ്ട സ്ഥലം കുമ്പസാരക്കൂട. നമുക്ക് നല്ല കുമ്പസാരം നടത്താനുള്ള പ്രധാന തടസ്സം അഹങ്കാരമാണ്. അത് ഓർത്തേക്കണം, അഹങ്കാരമാണ്. നമ്മൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അടുത്ത പാപം എന്തായിരുന്നു? അത് രണ്ടാമത്തെ പാപം അസൂയ ഒരു സീരിയസ് പാപമാണോ? ഞാൻ പറയും ഭയങ്കര അപകടം പിടിച്ച പാപമാണ് അസൂയ. ആദ്യത്തെ പാപം ഏതായിരുന്നു? ഇപ്പോൾ ചുമ്മാ എറിഞ്ഞു നോക്കാം അല്ലേ? വേണമെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. കാരണം അച്ഛൻ ഇത്രയും കാര്യമായിട്ട് പറയുന്നല്ലേ. ആദ്യത്തെ പാപം അനുസരണക്കേടൊന്നുമില്ല. ആദ്യത്തെ പാപം അസൂയ. ഇരിക്കട്ടെ. ആദ്യത്തെ പാപം നമ്മൾ അന്വേഷിച്ചു പോയാൽ മനസ്സിലാകും. ആദ്യത്തെ പാപം നമ്മൾ കാണുന്നത് ആദത്തിൻ്റെയും ഹവ്വയുടെയും അനുസരണക്കേടാണ്. നമ്മൾ കാണുന്നത് അതാണ് ഫലം. പക്ഷെ ഒരു വേര് കിടപ്പുണ്ട്. എന്താ വേര്? അസൂയ. ആർക്കാരോട് തോന്നിയ അസൂയ? പിശാചിന് ദൈവത്തോട് തോന്നിയ അസൂയയെ ഇവരിലേക്ക് ഇൻജക്ട് ചെയ്തതാണ്. അസൂയയാണ് പാപം. അകത്ത് കിടന്ന പാപം അസൂയയാണ്. ആ അസൂയയാണ് ദൈവത്തെക്കുറിച്ചുള്ള കുറ്റം പറച്ചിലായി പുറത്തേക്ക് വന്നത്. ആ അസൂയയാണ് അനുസരണക്കേടിന് കാരണമായത്. അപ്പോൾ ഈ കനി പറിച്ചു തിന്നുന്ന ആദ്യ പാപം ചെയ്തു. രണ്ടാമത്തെ പാപം ഏതായിരുന്നു? രണ്ടാമത്തെ പാപം നമ്മൾ ഓർക്കും, കായേൻ ആബേലിനെ കൊന്നതാണ് രണ്ടാമത്തെ പാപമെന്ന്. അല്ല, അതിനു മുമ്പേ ഒരു വേര് കിടപ്പുണ്ട്. എന്താ വേര്? കായേന് ആബേലിനോട് തോന്നിയ അസൂയ. ഇത് ഘോരപാപമാണെന്നേ. അസൂയ, അപകടം. ഇതിൻ്റെയൊക്കെ പ്രശ്നം ഇതാണ്. ഇതൊക്കെ മിനുസപ്പെടുത്തി അകത്തിട്ടിരിക്കുകയാണ്. നമ്മൾ പുറമേ പോളിഷ് അടിക്കുകയാണ്, പുട്ടിയടിക്കുകയാണ്. ഈ സാധനത്തെ ഇളക്കിയെടുക്കണേ. നാളെ അങ്ങനത്തെ ഒരു ടോക്ക് പറയുന്നുണ്ട് നമ്മൾ കുമ്പസാരത്തിന് മുമ്പായിട്ട്. ഈ അകത്ത് കിടക്കുന്ന കുറേ സാധനത്തിനെ ഒന്ന് ഇളക്കിയെടുക്കാനുണ്ട്. അടിത്തറ ഒന്നുകൂടെ ഒന്ന് ഇളക്കി ഉറപ്പിക്കാനുണ്ട് നമുക്ക്. ഈ അസൂയ അപകടം പിടിച്ച പാപമാണ്. കുറച്ചുകൂടെ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാം. ഇതേ ഫ്രണ്ടിൽ മൊബൈൽ ക്യാമറയൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇത് റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. എൻ്റെ കയ്യിലും ഇപ്പോൾ ഒരു ക്യാമറയും കൊണ്ട് ഞാൻ വന്നിരിക്കുന്നത്. എനിക്ക് വേറെ കുറച്ച് ആവശ്യമുണ്ട്. അപ്പോൾ ക്യാമറയുടെ ഒരു ഭാഷയിൽ പറയാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു രംഗം ബൈബിളിലുള്ളത്. ഇസ്രായേൽ ഫിലിസ്തീനുമായിട്ട് യുദ്ധം. ആരാണ് രാജാവ്? ഫിലിസ്തീനുമായിട്ട് യുദ്ധം ചെയ്തപ്പോൾ ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവ് ആരാണ്? സാവൂൾ.
സാവൂള് ഫിലിസ്തീനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയി. അപ്പുറത്ത് ഒരു അതികായൻ നിപ്പുണ്ട്, ആജാന ബാഹു നിപ്പുണ്ട്. ആരാണത്? ഗോലിയാത്ത്. അവൻ അവിടെ നിന്ന് ഇസ്രായേലിനെയും ഇസ്രായേലിന്റെ ദൈവത്തെയും പച്ചത്തെറി വിളിക്കുകയാണ്. ഇവന്മാർക്ക് തല കുനിച്ച് കേട്ട് നിൽക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നാണം കെട്ട് നിൽക്കുന്ന ഈ യുദ്ധമുഖത്തേക്കാണ് ഒരു ഇടയ ചെറുക്കൻ നടന്നു കയറി വരുന്നത്. അവന് അവൻ്റെ ആരോഗ്യത്തെക്കുറിച്ചോ എതിരെ നിൽക്കുന്നവൻ്റെ കെൽപ്പിനെക്കുറിച്ചോ ഒന്നും അവൻ്റെ കൺസേൺ ഇല്ല. ഇസ്രായേലിൻ്റെ ദൈവത്തെ ചീത്ത പറയുന്നു, സമ്മതിക്കില്ല ഞാൻ എന്ന് പറഞ്ഞ് അവന് ആയുധധാരിയാക്കുകയാണ് ആര്? സാവൂള്. പടച്ചട്ടയൊക്കെ അണിയിച്ചു, അവൻ്റെ കയ്യിൽ വാളൊക്കെ കൊടുത്തു. എല്ലാം എടുത്തിട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല. പാപത്തിന് എല്ലാം അഴിച്ചു വെക്കാൻ പറഞ്ഞു. എല്ലാം അഴിച്ചു വെച്ചിട്ട് ഇവൻ എന്താ ചെയ്തത്? അവൻ്റെ കവണയും 5 കല്ലും എടുത്തുകൊണ്ട് ഇവനൊരു പോക്കുണ്ട്, ഒരു ഹീറോയിക്ക് നടത്തമുണ്ട് ഈ ഗോലിയാത്തിൻ്റെ അടുത്തേക്ക്. എന്നിട്ട് ഈ കവണ ഉന്നം പിടിച്ച് കൃത്യം അവനെ തിരുനെറ്റി നോക്കി ഗോലിയാത്തിൻ്റെ ഒരെണ്ണം കൊടുത്തു. മല്ലൻ നിലം പതിച്ചു. ഇസ്രായേൽ യുദ്ധം ജയിച്ചു. ഇനിയാണ് രംഗം. ഇനിയാണ് നിങ്ങൾ ക്ലോസപ്പ് ഷോട്ടിൽ കാണേണ്ട കാര്യം. യുദ്ധം ജയിച്ച ഇസ്രായേല് ആഘോഷമായി ദേശത്തേക്ക് പ്രവേശിക്കുകയാണ്. ദേശത്തേക്ക് വിജയശ്രീലാളിതരായി ഈ സൈന്യം വന്നപ്പോൾ, രാജാവും സംഘവും വന്നപ്പോൾ ഇസ്രായേലിലെ സ്ത്രീകളും കുട്ടികളും ആഹ്ലാദത്തോടെ നൃത്തം ചവിട്ടി പാടി. എന്തായിരുന്നു പാട്ടിൻ്റെ ഒന്നാമത്തെ വരി? സാവൂൾ സാവൂൾ 1000 കൊന്നു. ഇപ്പൊ ക്യാമറ എങ്ങോട്ട് ഫോക്കസ് ചെയ്യണം? ഇപ്പൊ ക്യാമറ ആരുടെ മുഖത്തേക്ക് ഫോക്കസ് ചെയ്യണം? സാവൂളിന്റെ മുഖത്തേക്ക് ടൈറ്റായിട്ട് ഫോക്കസ് ചെയ്യണം. സാവൂൾ 1000 കൊന്നു. സാവൂളിന്റെ മുഖത്ത് ഇപ്പൊ എന്താ വികാരഭേദങ്ങൾ? സാവൂളിന്റെ മുഖത്തെ വികാരം ഇപ്പൊ എന്താണ്? സാവൂൾ ഇങ്ങനെ കൊള്ളാം, നന്നായിരിക്കുന്നു, അഭിമാന പുളങ്കിതനായിട്ടിരിക്കുകയാണ് ആര്? സാവൂൾ. അടുത്ത പാട്ട്, അടുത്ത വരി എന്താണത്? ദാവീദ് 10,000 കൊന്നു. ഇപ്പൊ ക്യാമറ എങ്ങോട്ട് ഫോക്കസ് ചെയ്യണം? പോകരുത്, ദാവീദിന്റെ മുഖത്തോട്ട് പോകരുത്. ഇപ്പൊ ക്യാമറ എവിടെ തന്നെ വെക്കണം? സാവൂളിന്റെ മുഖത്ത് തന്നെ വെക്കണം ക്യാമറ. ഇപ്പൊ ക്യാമറ സാവൂളിന്റെ മുഖത്ത് തന്നെ വെക്കണം, മാറ്റരുത്. ഇപ്പൊ സാവൂളിന്റെ മുഖത്ത് എന്താ? ഇപ്പൊ സാവൂളിന്റെ, അതായത് തൊട്ട് മുമ്പ് ആദ്യത്തെ വരി പാടിയപ്പോ സാവൂൾ 1000 കൊന്നുവെന്ന് പാടിയപ്പോ തലയൊക്കെ ആട്ടി ഗുരുവായൂർ കേശവൻ ഈ നെറ്റിപ്പട്ടം കെട്ടി തലയാട്ടുന്നത് പോലെ തലയാട്ടിയ സാവൂള് രണ്ടാമത്തെ വരി ദാവീദ് 10,000 കൊന്നു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ ഇവൻ്റെ മുഖം വാടുകയാണ്, കരിനിഴൽ വരികയാണ് ഇവൻ്റെ മുഖത്ത്. എന്തിനാ? ഇവന് കൊടുത്ത 1000-ൽ നിന്ന് ഒരെണ്ണമെങ്കിലും കുറച്ചോ ഇസ്രായേൽ? ആദ്യത്തെ വരി പാടിയത് അവർ ഒരെണ്ണമെങ്കിലും കുറച്ചോ? സാവൂൾ 1000 കൊന്നു എന്ന് പാടിയിട്ട് രണ്ടാമത്തെ വരി സാവൂൾ 999 കൊന്നു എന്ന് പാടിയിരുന്നെങ്കിൽ മുഖം വാടുന്നതിന് അർത്ഥമുണ്ട്. ഇവന് കൊടുത്ത് ഒരെണ്ണമെങ്കിലും കുറച്ചോ അവര്? ഇല്ല. പിന്നെന്താ ചെയ്തത്? ദാവീദിന് 10,000 കൊടുത്തു. അതാണ് അവന് സഹിക്കാൻ പറ്റാഞ്ഞത്. അസൂയ അകത്ത് കയറി. അസൂയ അകത്ത് കയറിയതോടെ പിന്നെ എന്താ? ഒറ്റ ലക്ഷ്യമുള്ളൂ അവന്. എന്ത്? ദാവീദിനെ കൊല്ലണം. നമ്മൾ ഓർക്കേണ്ടതേ, അസൂയ എന്ന പാപം നമ്മുടെ അകത്ത് കയറുന്നുണ്ടെങ്കിൽ പിന്നെ കൊലപാതകമാണ് നടക്കുന്നത്. അത് കത്തിയെടുത്ത് കുത്തുന്നില്ലായിരിക്കും, കുന്തമെടുത്ത് എറിയുന്നില്ലായിരിക്കും, പക്ഷേ നാവ് കൊണ്ട് കൊലപാതകം നടക്കുകയാണ്. ഒന്ന് ഓർത്തേക്ക്. ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയാനുള്ളൊരു വാക്കുണ്ട്. അങ്ങനെ ഒരു വാക്കില്ല, എന്നാലും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. കൺസ്ട്രക്റ്റീവ് ജലസി ആൻഡ് ഡിസ്ട്രക്റ്റീവ് ജലസി. അങ്ങനെ ഒന്നുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല കേട്ടോ. എൻ്റെ തന്നെ ഒരു തട്ടിപ്പാന്ന് വിചാരിച്ചാൽ മതി, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കൺസ്ട്രക്റ്റീവ് ജലസി ആൻഡ് ഡിസ്ട്രക്റ്റീവ് ജലസി. ഉദാഹരണത്തിന് ഒരാളൊരു നല്ല വീട് വെച്ചു. കൺസ്ട്രക്റ്റീവ് ജലസി എന്തായിരിക്കും? നമ്മൾ നോക്കിയിട്ട് പറയും ആ വീട് കൊള്ളാം, നല്ല വീട്, എനിക്ക് അങ്ങനത്തെ വീട് ഇല്ല, ഞാനും ഒരു ദിവസം അങ്ങനൊരു വീട് വെക്കും. ഇത് കൺസ്ട്രക്റ്റീവ് ജലസി. ഡിസ്ട്രക്റ്റീവ് ജലസി എന്നറിയാമോ? അവൻ്റെ വീട് കൊള്ളാം, പ്രമിസൊക്കെ സെയിമാണ്, അവൻ്റെ വീട് കൊള്ളാം, എനിക്ക് അങ്ങനൊരു വീട് ഇല്ല, എനിക്കങ്ങനൊരു വീടില്ലാത്തത് കൊണ്ട് അവനും ആ വീട്ടിൽ സമാധാനത്തോടെ കിടക്കണ്ട. ഇതാണ് ഡിസ്ട്രക്റ്റീവ് ജലസി. പിന്നെ നമുക്ക് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. നമ്മൾ പിന്നെ ഈ മനുഷ്യന് കാശില്ലാത്ത കാലത്ത് ഇത്രയും വലിയ വീടൊക്കെ വെക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ ദൂർത്തല്ലേ? ഇതൊക്കെ കാശിൻ്റെ തള്ളല്ലേ? ഇതിൻ്റെയൊക്കെ കുറച്ച് കാശെടുത്ത് പാവം കൊടുത്തുകൂടെ? ഇത് പറയുന്നത് പാവങ്ങളുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല. ഇത് പറയുന്നത് എന്താ കാര്യം? അകത്ത് ഈ സാധനം കിടക്കുകയാണേ, ഈ സാധനം പുറത്തേക്ക് തുപ്പാണ്. ഇത് പല രീതിയിൽ വരും. നമുക്കിടയിൽ പരക്കുന്ന പല ഗോസിപ്പുകളുടെയും അടിസ്ഥാന കാരണം എന്താ? അസൂയ. നമ്മൾ ഈ പറഞ്ഞു പരത്തുന്ന പരദൂഷണത്തിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താ? അസൂയ. ആരെങ്കിലുമൊക്കെ ഇല്ലാണ്ടാക്കണം നമുക്ക്, ആരെങ്കിലുമൊക്കെ തകർത്ത് കളയണം നമുക്ക്. അതുകൊണ്ട് ഈ 2 പാപങ്ങൾ അപകടം പിടിച്ച പാപങ്ങളാണെന്ന് ഓർത്തിട്ട് അതിനെ വേരോടെ പിഴുതു മാറ്റണേ. അല്ലെങ്കിൽ നമ്മളെ തിന്നുന്ന ക്യാൻസറാണ്.
കാർന്ന് തിന്നുന്ന ക്യാൻസറാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ട് ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. മടുക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ ക്യാപ്സ്യൂളായിട്ടാണ് തരുന്നത്. നിങ്ങൾക്ക് മനസ്സിൽ ബാക്കി നിങ്ങൾക്ക് റിഫ്ലക്റ്റ് ചെയ്തെടുക്കണേ. നിങ്ങൾ തന്നെ പ്രാർത്ഥനയുടെ വിഷയമാക്കി മാറ്റണം. നമ്മൾ ഇതുവരെ പറഞ്ഞു വന്ന കാര്യം ഒന്ന് റിവിഷൻ നടത്തുകയാണ്. എന്തൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞു തുടങ്ങിയ കാര്യം ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പറയണമെന്ന് തുടങ്ങിയതാണ്. ആദ്യം അതല്ലേ പറഞ്ഞത്? ആദ്യം അത് പറഞ്ഞു. അതിനുശേഷം പിന്നെ എന്താ പറഞ്ഞത്? പിന്നെ പറഞ്ഞത് മർത്ത ലൂക്ക 10:41 റെസ്റ്റ്, ടേക്ക് റെസ്റ്റ്. മൂന്നാമത് പറഞ്ഞത്, അതിനോട് കണ്ടിന്യൂ ചെയ്ത് പറഞ്ഞത് എന്തായിരുന്നു? യെശയ്യാ 30:15 സ്വസ്ഥമായിട്ടിരിക്കുക. അതിനുശേഷം നമ്മൾ പറഞ്ഞത് 2 പാപങ്ങളെക്കുറിച്ച് സൂക്ഷിക്കണം. അത് വേരാണ്. ഒന്നാമത്തെ പാപം ഏതാണ്? അഹങ്കാരം. ഒന്നാമത്തെ പാപം അഹങ്കാരം. 2 അസൂയ. ഈ ഉസിയ ചാകാനുണ്ട് നമ്മുടെ ഉള്ളിൽ. ഞാനെന്ന ഭാവമേ ചാകാനുണ്ട്. ചാകാൻ കിട്ടുന്ന അവസരങ്ങളെ എളിമപ്പെട്ട് സ്വീകരിക്കണം. അഹങ്കാരം പോട്ടെ. 2 അസൂയ. അത് നമ്മളെ തകർത്ത് കളയും. ഇത് നിങ്ങളുടെ മേഖലയിൽ മാത്രമല്ല കേട്ടോ, ഞങ്ങൾക്കും ഉണ്ട്, ഞങ്ങൾക്കിടയിലൊക്കെ ഉണ്ട്, എല്ലാവരിലും ഉണ്ട്. സഭയിൽ ഇന്ന് നടക്കുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രശ്നങ്ങളുടെയും മൂല കാരണം ഈ സാധനമാണ്, അസൂയ. ഇതാണ് ഇതിന് പ്രശ്നം. അപ്പം ഞങ്ങൾ കളിച്ചപ്പോൾ തമാശയ്ക്ക് വേണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ടേ. കാരണം ഞങ്ങളുടെ കുറ്റം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷമല്ലേ? അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെയൊക്കെ പ്രസംഗിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര പുണ്യപ്പെട്ടവരും നിങ്ങളും മാത്രം പാപികളും, അങ്ങനൊന്നുമല്ല, ഞങ്ങളും പാപികളാണ്. ഉദാഹരണത്തിന് ഒരച്ഛനൊരു കാറ് വാങ്ങിച്ചു. ഇതേ ലോജിക്ക് അവിടെ അപ്ലൈ ചെയ്യും. അച്ഛനൊരു കാറ് വാങ്ങിച്ചു. അച്ഛൻ കാറ് വാങ്ങിച്ചാൽ ഉടനെ ഇപ്പുറത്തും സംസാരം തുടങ്ങുകയാണ്. എന്താണത്? ഇത്രയും വലിയ കാറിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? നമ്മൾ ദാരിദ്ര്യവ്രതം പാലിക്കേണ്ടവരല്ലേ? എളിമപ്പെട്ട് ജീവിക്കേണ്ടവരല്ലേ? അപ്പം നമ്മൾ സ്നേഹത്തോടെ അച്ഛൻ ഇത് പറയുന്നത് ദാരിദ്ര്യത്തോടുള്ള സ്നേഹം കൊണ്ടാണോ, അതോ അച്ഛനിത് വാങ്ങിക്കാൻ പറ്റാഞ്ഞത് കൊണ്ടാണോ? അച്ഛൻ ഈ കാർ വാങ്ങിക്കാൻ പറ്റാഞ്ഞതുകൊണ്ടാണോ? അപ്പോൾ ഇതിൻ്റെ ഉള്ള കാര്യം വരും. ശരിയാണ്, എനിക്കത് വാങ്ങിക്കാൻ പറ്റാഞ്ഞത് കൊണ്ട് ഞാൻ ദാരിദ്ര്യത്തിൽ പൊതിഞ്ഞങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കറക്റ്റാണ്. നമുക്കിടയിലൊക്കെ ഈ സാധനമുണ്ട്. അതുകൊണ്ട് നമ്മൾ ദയവ് ചെയ്ത് അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 36-ാം അധ്യായം. ഞാനിതിങ്ങനെ പെറുക്കി ചെതറിച്ചു പറയുന്നത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞു. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു, നിങ്ങൾ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നു. പെട്ടെന്ന് പറഞ്ഞു പോകട്ടെ. നിങ്ങളുടെ തലയിൽ ഈ കാര്യങ്ങൾ കിടക്കട്ടെ. നിങ്ങൾ നാളെയൊക്കെ പറ്റുന്നത് പോലെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരമൊക്കെ ധ്യാനിക്കട്ടെ. നാളത്തെ വിശുദ്ധ കുമ്പസാരത്തിന് ഈ പറയുന്ന കാര്യങ്ങൾ ഉപകാരപ്പെടട്ടെ. ഒരുപാട് പരത്തിയും കഥകൾ പറഞ്ഞും തമാശ പറഞ്ഞും ഫീഡ് ചെയ്യേണ്ട ഒരു ഗ്രൂപ്പല്ല നിങ്ങളെന്നുള്ള വലിയ വിശ്വാസത്തോടെയാണ് ഇത് ഇത്ര വേഗത്തിൽ പറഞ്ഞു പോകുന്നത്. ഈ ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 36-ാം അധ്യായത്തിൽ 7 പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇസ്രായേലിൻ്റെ അടിമത്തത്തിന് കാരണമായ 7 പാപങ്ങൾ. ഇസ്രായേലിന് അടിമത്തം ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ പഠിപ്പും വരെ ഉള്ളവരല്ലേ? പറഞ്ഞു, ഇസ്രായേലിന് അടിമത്തം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടോ? എത്ര എണ്ണം പറഞ്ഞു? നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ പറഞ്ഞേ. ഏതാ? ഈജിപ്തിലെ അടിമത്തം. നമുക്ക് ഇൻട്രാക്റ്റീവായിട്ട് പോകാം, ധൈര്യമായിട്ട് പറഞ്ഞു. ഈജിപ്തിലെ അടിമത്തം, ബാബിലോൺ. ഓർഡർ ഒന്ന് തെറ്റി എന്നാൽ സാരമില്ല. ബാബിലോൺ കഴിഞ്ഞോ? തീർന്നോ? ആവേശം കണ്ടപ്പോൾ ഞാൻ ഓർത്തു ഇപ്പോൾ 5-6 വിളിച്ച് പറയുമെന്ന് വിചാരിച്ചു. ഈജിപ്തിലെ അടിമത്തം, ബാബിലോൺ. തുടങ്ങിയത് ഈജിപ്തിലെ അടിമത്തം. അതിനുശേഷം 722 അസീറിയൻ വിപ്രവാസം. നോർത്തേൺ ഇസ്രായേൽ തകർക്കപ്പെട്ടത് അസീറിയൻ വിപ്രവാസ കാലത്ത്. അതിനുശേഷം 587 ബാബിലോൺ വിപ്രവാസം. ജെറുസലേം തകർക്കപ്പെട്ടത് 587 ഈ ബാബിലോൺ വന്ന് തകർത്തതാണ്. അതിനുശേഷം ബാബിലോണിൻ്റെ അടിമത്ത കാലത്തിന് ശേഷം പിന്നെ ആരാണ്? പേർഷ്യയ്ക്ക് ശേഷം പിന്നെ ആരാണ്? ഗ്രീക്കിന് ശേഷം പിന്നെ ഈശോയുടെ കാലത്ത് ആരുടെ കീഴിലാണ് ഇവർ? റോമൻ ഭരണത്തിന് കീഴിൽ. അതായത് കാലം മുഴുവൻ നിങ്ങൾ അടിമകളായിരുന്നു. എന്നിട്ടാണ് ഇവന്മാർ ഒരിക്കൽ വീരവാദം അടിച്ചത് കർത്താവിനോട്. എന്താ പറഞ്ഞത്? ഞങ്ങൾ ഒരിക്കലും ആരുടെയും കല്ല് വെച്ച നുണയായിരുന്നു. ഇവ മനസ്സിലായില്ലേ? ഫുൾ ടൈം ഇവർ അടിമകളായിരുന്നു. ഞങ്ങൾ ഒരിക്കലും ആരുടെയും അടിമകളായിരുന്നിട്ടില്ലെന്ന് വീരവാദം പറഞ്ഞത്. അപ്പോൾ ഇവന്മാരുടെ ഈ പതനത്തിന് ഓരോ തവണയും ഇവർ തകർക്കപ്പെടുന്നതിന് കാരണം പറയുന്നുണ്ട്. 7 പാപങ്ങൾ. ഒന്നാമത്തെ പാപം ഞാൻ ഈ പറയുന്ന ബൈബിൾ ഭാഗങ്ങളൊക്കെ നിങ്ങൾ പിന്നെ വായിച്ചു നോക്കിയാൽ മതി. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഇല്ലാത്തത് കൊണ്ടും സമയം കുറവായതുകൊണ്ടും നമ്മൾ കുരിശിൻ്റെ വഴി ചെല്ലുന്നത് പോലെ കല്ലറ അടുത്തായതുകൊണ്ടും പിറ്റേന്ന് ശാപതമായതുകൊണ്ടും നമ്മളിത് വേഗം പറഞ്ഞു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ പിന്നെ അത് നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ, ബൈബിൾ വായിച്ച് നോക്കിയാൽ മതി. ഒന്നാമത്തെ പാപം ഹൃദയകാഠിന്യവും ദുശാഠ്യവും. ഒന്നാമത്തെ സെറ്റ് ഓഫ് സിൻ. ഒന്നാമത്തെ പാപം എന്താണ്? വേഗം പറഞ്ഞേ. ഹൃദയകാഠിന്യവും
ദുശാഠ്യവും. എന്താ ഈ പാപത്തിൻ്റെ അപകടം എന്നറിയാമോ? ഈ ഹൃദയ കാഠിന്യം വെച്ചാൽ എന്താണെന്നറിയാമോ? ഞാൻ ഇന്ന് എൻ്റെ പ്രൈം ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നാളെ നല്ല കുമ്പസാരം നടക്കണം. ഈ ദേവാലയത്തിൻ്റെ പരിസരങ്ങളിൽ നാളെ പുരോഹിതർ കുമ്പസാരക്കൂട്ടിൽ കരുണയുടെ കൂടാരത്തിൽ പാപസങ്കീർത്തനത്തിന് കാതോർത്തിരിക്കുമ്പോൾ നമ്മൾ സ്ഥിരം കുമ്പസാരിക്കാറുള്ളത് പോലെ ഒരു പദ്യം ചൊല്ലിക്കേൽപ്പിക്കൽ കുമ്പസാരം നാളെ ഈ അങ്കണത്തിൽ നടക്കരുത്. മറിച്ച് ഹൃദയം മുറിഞ്ഞൊരു കുമ്പസാരം നടക്കണം എന്ന ആഗ്രഹത്തോടെ മാനസാന്തരപ്പെടുവിനെന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു ചിന്ത വരുന്നു. എന്താ ചിന്ത വരുന്നത്? ഞാൻ അങ്ങനെ പാപമൊന്നും ചെയ്യുന്നില്ലല്ലോ, ഈ അച്ഛനെന്തിനാ ഇത്ര കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്, എനിക്കെന്താ അതിന് മാത്രം പാപം? ഇതിൻ്റെ പേരാണ് എന്ത്? ഇതിൻ്റെ പേരാണ് എന്ത്? ഹൃദയ കാഠിന്യം. ഹൃദയ കാഠിന്യം. ഒന്നും എനിക്കിപ്പോ പാപമല്ല. ഒന്നും എനിക്കിപ്പോൾ പാപമല്ല. ശ്രദ്ധിച്ചു നോക്കിക്കേ എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, പണ്ട് നമ്മുടെ നല്ല കാലത്ത് കുമ്പസാരത്തിൽ പാപമെന്ന് തിരിച്ചറിഞ്ഞ് ഏറ്റുപറഞ്ഞ പല കാര്യങ്ങളും ഇന്നിപ്പം നമുക്ക് പാപമല്ല. നമ്മൾ എന്താ അതിനെ ജസ്റ്റിഫൈ ചെയ്യുക? ആരാ ഇപ്പം അതൊക്കെ ചെയ്യാത്തേ? ഇത് ചെയ്യാതെ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞ് നമുക്കിപ്പോൾ പാപമില്ല. നമുക്കിപ്പോൾ ഒന്നും പാപമല്ലാതെ വന്നിട്ട് ഇപ്പം എന്ത് പറ്റുന്നറിയാമോ? ഇന്ന് പിശാച് നമുക്കിടയിൽ നടത്തുന്ന ഏറ്റവും വലിയ തട്ടിപ്പ് പാപബോധത്തെ എടുത്തു മാറ്റുന്നു എന്നുള്ളതാണ്. പാപബോധത്തെ എടുത്തു മാറ്റിയാൽ പിന്നെ എല്ലാം എളുപ്പമാണ്. പിന്നെ എനിക്ക് എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല. പാപബോധം എടുത്തു മാറ്റുകയാണ്. അതാണ് ഈ ഹൃദയ കാഠിന്യം ദുശാഠ്യം. എനിക്ക് പാപമില്ല. ചില ചേട്ടന്മാരുടെ, ഞാൻ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തുമൊന്നും അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. ചില ചേട്ടന്മാരുടെ കുമ്പസാരം കേട്ടാൽ ഇങ്ങനെയൊക്കെയാണ്. അതായത് വന്ന് മുട്ടുകുത്തിയിട്ട് കുമ്പസാരിക്കും. അച്ഛാ കുമ്പസാരിച്ചിട്ട് 3 വർഷമായി. അപ്പം നമ്മൾ ഞെട്ടും, എൻ്റെ കർത്താവേ 3 വർഷമായി, ഇനി എന്തായിരിക്കും വരാൻ പോകുന്നത് എന്ന് നമ്മൾ ഓർക്കാം. അപ്പോൾ ചേട്ടൻ്റെ അടുത്ത ഡയലോഗ്, എനിക്കങ്ങനെ പാപമൊന്നുമില്ല അച്ഛോ, എനിക്കങ്ങനെ പാപമൊന്നുമില്ല, പിന്നെ ഞാൻ അച്ഛൻ 2 വാക്ക് പ്രാർത്ഥിച്ചോട്ടെന്ന് വിചാരിച്ച് വന്നതാണ്. ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ നമുക്ക് നല്ല ചീത്ത വിളിക്കാൻ തോന്നും. എന്താ ചീത്ത വിളിക്കാൻ തോന്നുന്നേ? അതായത് ചേട്ടൻ 3 വർഷമായിട്ട് ചേട്ടന് പാപം ഇല്ലെങ്കിൽ ചേട്ടൻ ഇവിടെ മുട്ടുകുത്തി നിൽക്കരുത്. ചേട്ടൻ എണ്ണീറ്റിട്ട് ആ രൂപക്കൂട്ടിലോട്ട് കയറിയിരിക്കും. കാരണം 3 വർഷമായിട്ട് പാപമില്ലാത്ത ആളെ ഇനി വെച്ചുകൊണ്ടിരിക്കരുത്, പെട്ടെന്ന് വിശുദ്ധനാക്കണം. ആ ദേഷ്യമായിരുന്നു ആദ്യമൊക്കെ തോന്നിയിരുന്നത്. പക്ഷെ പിന്നെ ഞാൻ എന്നാ ചെയ്തെന്ന് വെച്ചാൽ പിന്നെ ഞാൻ ചോദിക്കാൻ തുടങ്ങി. 3 വർഷമായി ഒരു പാപമില്ല. ഞാൻ ചോദിക്കാം, ചേട്ടാ ചേച്ചിയെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? ചേടത്തിയെ ചീത്ത വിളിച്ചിട്ടുണ്ടോ? അതിപ്പോൾ ആരാച്ച വിളിച്ചിട്ടുണ്ട്, ഇഷ്ടം പോലെ വിളിച്ചിട്ടുണ്ട്. ചേട്ടാ ഈ കച്ചവടത്തിലൊക്കെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടുണ്ടോ? അച്ചോ അതില്ലാതെ പറ്റത്തില്ല അച്ചോ. ഇന്നത്തെ കാലത്ത് നേരും നിറയിൽ കച്ചവടം നടത്താൻ പറ്റുമോ അച്ചോ? ഞായറാഴ്ച കുർബാന മുടക്കിയിട്ടുണ്ടോ? അത്യാവശ്യം വന്നപ്പോൾ മുടക്കിയിട്ടുണ്ടോ അച്ചോ? കുറച്ച് ദിവസങ്ങളൊക്കെ എന്നാ ചെയ്യുന്നേ? എല്ലാ ദിവസം പള്ളിയിൽ പോകാൻ നടക്കുമോ? ചേട്ടാ വെള്ളിയാഴ്ച മാംസം അതൊക്കെ ഇപ്പം അതൊന്നും പണ്ടായിരുന്നു അച്ഛാ, ഇപ്പം അതൊന്നും പാപമല്ല, അതൊന്നും കുഴപ്പമൊന്നുമില്ല, അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ചേട്ടാ കള്ളം പറഞ്ഞിട്ടുണ്ടോ? പിടിച്ച് നിൽക്കണ്ടേ അച്ചോ? അതായത് നമ്മൾ ആ ലിസ്റ്റ് അങ്ങോട്ട് പ്രസൻറ്റ് ചെയ്താൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പാപവും ഈ ചേട്ടൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ചേട്ടൻ ഇല്ലാതെ പോയത് എന്താ? പാപബോധം ഇല്ലാതായിപ്പോയി. ഈ ചെയ്യുന്നതൊന്നും പാപമാണെന്ന് തോന്നുന്നില്ല. അത് ആളുടെ കുറ്റമല്ല. ഞാൻ പറഞ്ഞില്ലേ, ആൾ ജെന്യുവനായിട്ട് തന്നെ ചെയ്യുന്നതാണ്. ഇതൊന്നും പാപമായിട്ട് ആൾക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ആ പാട്ട് പാടുന്നത്, പാപബോധം തരണേ കർത്താവേ. ശരിക്കും യാചിച്ചു പ്രാർത്ഥിക്കേണ്ട കാര്യമാണത്. പാപബോധം തരണേ. ഒന്നും കുഴപ്പമില്ലെന്നേ ഇപ്പം ഒന്നും കുഴപ്പമില്ല. ഇത് ഒരു മുതിർന്ന തലമുറ ഇത് ജീവിച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ ഇത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുകയാണ്. പിള്ളേർ സെറ്റിൻ്റെ ഇടയിലേക്ക് ഈ സാധനം വന്നിട്ടുണ്ടെന്നേ. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലോട്ട് ഓരോ സാധനം കാണിച്ചു കൊടുത്തിട്ട്, അതിപ്പോൾ ഡ്രഗ്സ് ആകാം, അല്ലെങ്കിൽ ഒരു പോൺ വീഡിയോ ആകാം, ഒരാൾ മറ്റൊരാളെ കാണിക്കുന്നു. അപ്പോൾ നല്ല വീട്ടിൽ ജനിച്ചു വളർന്ന് അത്യാവശ്യം നന്നായിട്ടൊക്കെ പഠിച്ചു വന്നൊരു കൊച്ചു പറയുകയാണ്, അയ്യോ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അടുത്തയാൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്ന കാര്യം എന്നറിയാമോ? എടാ ഇപ്പം ഇത് ആരാ ഇതൊക്കെ ചെയ്യാത്തേ? ഇതൊന്നും തെറ്റൊന്നുമല്ല. അയ്യോ ഇതൊന്നും തെറ്റൊന്നുമല്ല, ഇത് ക്വൈറ്റ് നാച്ചുറൽ. ഗോ ഹെഡ്. എന്താ ഒന്നും ഇപ്പൊ പാപമല്ല. പാപബോധത്തെ ഹൃദയകാഠിന്യവും ദുശാഠ്യവും. ഒന്നാമത്തെ ഇസ്രായേലിനെ പറ്റി ഒന്നാമത്തെ പാപം എന്തായിരുന്നു? ഹൃദയകാഠിന്യവും. രണ്ടാമത്തെ പാപം ജനതകളുടെ മ്ലേച്ഛതകൾ അനുകരിച്ചു. അവരെ കുറ്റം പറയുകയാണ് ദൈവം. നിങ്ങൾ ജനതകളുടെ മ്ലേച്ഛതകൾ അനുകരിച്ചു. ഓരോ ദേശത്തേക്ക് ഇസ്രായേലിനെ നയിക്കുമ്പോഴും കർത്താവ് പറയും, യു ആർ ചോസൻ പീപ്പിൾ. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. നിങ്ങൾ അവിടെ പോകുമ്പോൾ പലതും കാണും.
പക്ഷെ അവരും ഇവരും ചെയ്യുന്നത് പോലെ നീ ചെയ്യരുത് എന്ന് കർത്താവ് തമ്പുരാൻ നേരത്തെ പറഞ്ഞു വിടും. പക്ഷെ ഇസ്രായേൽ എന്ത് ചെയ്യും? ഇസ്രായേൽ സ്ഥലത്ത് ചെല്ലുമ്പം അവിടെ ഇങ്ങനൊരു കാര്യം, ഇവിടെ ഇങ്ങനൊരു കാര്യം, ഇവിടെ ഇങ്ങനൊരു കാര്യം, എന്നിട്ട് പറയും അവർക്കും ഇവർക്കുമൊക്കെ ചെയ്യാമെങ്കിൽ ഞങ്ങൾക്കും ചെയ്താൽ എന്താ? ഇന്ന് നമുക്കിടയിൽ പടർന്നു പിടിക്കുന്ന സെക്കുലറൈസേഷൻ, ഇതാണ് സാധനം. എല്ലാവരും ഒന്നല്ലേ? മാനവികതയുടെ പ്രവാചകരാണ് ഇപ്പം എല്ലാവരും ഒന്നല്ലേ? എല്ലാവരും ഒന്നാണെങ്കിൽ പിന്നെ വൈ യു ആർ കോൾഡ് ചോസൻ? പിന്നെ നിന്റെ തലയിൽ വീണ മാമോദിസ ജലത്തിന്റെ അർത്ഥം എന്താണ്? നിന്നെ കർത്താവ് തെരഞ്ഞെടുത്ത് സെപ്പറേറ്റ് വെച്ചിരിക്കുന്നതിന്റെ കാര്യം എന്താണ്? എല്ലാവരും ഒന്നാണെങ്കിൽ. എല്ലാവരും ഒന്നല്ല. ഇത് പറയുന്നത് വിഭാഗീയതയല്ല. ഇത് പറയുന്നത് ഒരാൾ മെച്ചമെന്നോ ഒരാൾ മോശമെന്നോ അല്ല. യു ആർ സെപ്പറേറ്റഡ്. ഓരോ ക്രിസ്ത്യാനിയും ഓരോ കത്തോലിക്കനും തിരിച്ചറിയണം, യു ആർ ചോസൻ. എല്ലാവരും ചെയ്യുന്നത് പോലെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ജനതകളുടെ മ്ലേച്ഛതകൾ അനുകരിക്കരുത്. ഇസ്രായേലിനെ പറ്റി ഒന്നാമത്തെ എന്തായിരുന്നു? ഹൃദയ കാഠിന്യം. എനിക്ക് പാപമില്ല. ഇത് പറഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാം? എനിക്ക് പാപമില്ല. രണ്ടെന്തായിരുന്നു ഇപ്പൊ പറഞ്ഞത്? ജനതകളുടെ. ഇത് കഴിയുമ്പോൾ 7 പറയണം കേട്ടോ. 7 പറയുന്നവർക്ക് മാർദ്ദിച്ച സമ്മാനം തരും. വികാരിച്ചൻ്റെ വക സ്പെഷ്യൽ സമ്മാനം ഉണ്ടായിരിക്കും. രണ്ടാമത്തത് ജനതകളുടെ മ്ലേച്ഛതകൾ അനുകരിച്ചു. 3ഉം 4ഉം ഒക്കെ വേഗം പറയാവേ, കാരണം അത് ഞാൻ മറ്റന്നാൾ ചിലപ്പോൾ പറയാൻ സാധ്യതയുണ്ട്. മൂന്നാമത്തത് ദൈവത്തിൻ്റെ ദൂതന്മാരെ പരിഹസിച്ചു, ദൈവത്തിൻ്റെ മെസ്സഞ്ചേഴ്സിനെ പരിഹസിച്ചു. നമുക്കിടയിൽ പറ്റാൻ സാധ്യതയുള്ളതാണ്. അതായത് അതൊരു പക്ഷേ പുരോഹിതരാകാം, സന്യസ്തരാകാം, സമർപ്പിച്ച് ശുശ്രൂഷ ചെയ്യുന്ന ആരുമാകാം. ദൈവം അയക്കുന്ന ദൂതന്മാരെ പരിഹസിച്ചു. ഇസ്രായേലിനെ പറ്റിയ വലിയ പാപമാണത്. ദൈവം അയച്ച ദൂതന്മാരെ ഇവർ പരിഹസിച്ചു. അതിൻ്റെ ഫലമായി അടിമത്തത്തിലേക്ക് ഇവർ തള്ളിയിടപ്പെട്ടു. തിയോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണ് ഇവർ അനുഭവിച്ച സ്ലേവറിക്ക് ഇവർ തന്നെ കൊടുക്കുന്ന തിയോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷനാണിത്. ഞങ്ങൾ ദൈവദൂതന്മാരെ പരിഹസിച്ചു. നാലാമത്തത് ദൈവത്തിൻ്റെ വചനത്തെ നിന്ദിച്ചു. നമ്മളും ചിലപ്പോൾ ആത്മശോധന ചെയ്യേണ്ട കാര്യമാണത് കേട്ടോ. അത് കർത്താവിൻ്റെ വചനത്തോട് എനിക്കുള്ള ആഭിമുഖ്യത്തെ അസസ് ചെയ്യണം. ഞാൻ വെറുതെ ചോദിക്കട്ടെ. ഇത് ആരും മേനി നടിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, വെറുതെ ചോദിക്കട്ടെ. എല്ലാ ദിവസവും ബൈബിൾ എടുത്ത് വായിക്കുന്ന എത്ര പേരുണ്ട്? ചുമ്മാ അത് ഫുള്ളൊന്ന് കൈപൊക്കണ്ട, ഇങ്ങനെ മുമ്പിലൊന്ന് കൈപൊക്കിയാൽ മതി, എനിക്ക് കാണാവുന്ന രീതിയിൽ. എല്ലാ ദിവസവും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി, എല്ലാ ദിവസവും ബൈബിൾ വായിക്കുന്ന എത്ര പേരുണ്ട്? അതായത് ഇതിനകത്ത് പകുതി പേരില്ല. എനിക്ക് സന്തോഷമുള്ള കാര്യം സത്യം പറഞ്ഞു എന്നുള്ളതിനാണ്. പകുതി പേരില്ല എന്നതിലല്ല, സത്യം പറഞ്ഞു. അടുത്ത ചോദ്യം, ഇത്രയൊക്കെ ആയില്ലേ? ഇത്രയൊക്കെ ജീവിച്ചില്ലേ? അല്ലേ? പിള്ളേരല്ല, മുതിർന്നവർ ഇത്രയൊക്കെ ആയുസ് ജീവിച്ചില്ലേ? ബൈബിളിൽ എത്ര പുസ്തകമുണ്ട്? 72, 73. ലേലം വിളിയാണ്, ഇനിയും കയറ്റി വിളിക്കാം. ഇനിയും ഉണ്ടോ? 73. ഈ 73 പുസ്തകങ്ങൾ ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെ ഒരാവർത്തി വെടിപ്പായിട്ട് വായിച്ചു തീർത്ത, കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചു തീർത്ത എത്ര പേരുണ്ട്? കാണാൻ വേണ്ടിയിട്ടാണ്. ഉണ്ടെങ്കിൽ കൈപൊക്കുക. ഇത് നല്ല ഇടവകയാണ് കേട്ടോ. കാരണം ഒരു 30% ഇതിനകത്ത് ഇരിക്കുന്നതിൽ ഒരു 30% ആൾക്കാർ അല്ലെങ്കിൽ 20% എങ്കിലും വായിച്ചിട്ടുണ്ട്. സന്തോഷം, നല്ല കാര്യം. ബാക്കിയുള്ളവരോട് പറയാനുള്ളത്, ബൈബിളിനോടൊരു ആഭിമുഖ്യം വേണം. ബൈബിൾ വായിക്കണം. എന്താ കാര്യം? കർത്താവ് തമ്പുരാൻ്റെ സ്നേഹത്തിൻ്റെ കത്താണിത്. ബൈബിൾ വായിക്കണം. അതായത് ഞാൻ തമാശയ്ക്ക് പറയാറുണ്ട്, അതായത് ഈ നമ്മളൊക്കെ മരിക്കത്തില്ലേ? ചിലരുടെ ഇരിപ്പ് കണ്ടാൽ മരിക്കത്തിൽ തോന്നും. എല്ലാ കാലം ഇതേ ഇരിപ്പിരിക്കും തോന്നും. എല്ലാവരും മരിക്കും. അധികം ചിലരെ കണ്ടാൽ അധികം താമസമൊന്നുമില്ല. മരിക്കും. നമ്മളെല്ലാം മരിക്കാനുള്ളവരാണ്. നമ്മൾ മരിച്ചിട്ട് നമ്മളെ കിടത്തുമല്ലോ, അല്ലേ? നല്ലോണം ഒരുക്കി കിടത്തി കഴിയുമ്പോൾ നമ്മുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ ഈ അച്ഛന്മാരൊരു പ്രസംഗം പറയത്തില്ലേ? എൻ്റെ പൊന്നു മക്കളെ, എന്തുമാത്രം കള്ളത്തരങ്ങളാണ് ഈ അച്ഛന്മാർ പറയുന്നതെന്നറിയാമോ? എന്തുമാത്രം കള്ളത്തരങ്ങളാണ്! അയ്യോ, തങ്കപ്പെട്ട അമ്മച്ചിയായിരുന്നു, ഫുൾ ടൈം പ്രാർത്ഥനയും ബൈബിൾ വായനയായിരുന്നു. ചുമ്മാതാ. അതായത് 70-80 വർഷം ഭൂമിയിൽ ആയുസ് കിട്ടിയിട്ട് ബൈബിൾ ഒരാവർത്തി പോലും വായിക്കാതെ മരിച്ചു കിടക്കുക. നാണം കെട്ട മരണമാണ്. എന്നിട്ടാണ് പറയുന്നത് ഫുൾ ടൈം വായനയായിരുന്നു, പ്രാർത്ഥനയായിരുന്നു. 70 വർഷം ഭൂമിയിൽ ആയുസ് കിട്ടിയിട്ട് കർത്താവ് ദാനമായി തന്ന ഈ ആയുസിൽ ഒരു തവണയെങ്കിലും കർത്താവ് തിരുവചനം വായിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടല്ലേ? നിങ്ങൾക്കുള്ള സ്പെഷ്യൽ ഹോംവർക്ക്, അടുത്ത വർഷം തിരുനാൾ ആഘോഷിക്കുന്നതിന് മുമ്പ്, അടുത്ത വർഷത്തെ വാർഷിക ധ്യാനത്തിന് മുമ്പ് നിങ്ങൾ
തീരുമാനം അന്നല്ല, തീരുമാനം ഇപ്പോൾ എടുക്കണം. അടുത്ത വർഷത്തെ വാർഷിക ധ്യാനത്തിന് മുമ്പ് ഞാൻ ബൈബിൾ ഒരാവർത്തി വായിച്ചു തീർത്തിരിക്കും. വാർഷിക ധ്യാനത്തിനും തിരുനാളിനും ശേഷമാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ അഭിമാനത്തോടെ മരിക്കാം. എന്താ കാര്യം? ബൈബിൾ ഒരാവർത്തി വായിച്ചു തീർത്ത ക്രിസ്ത്യാനിയായിട്ട് മരിക്കാം. ഇനി എങ്ങാനും ഗതികേടിന് അതിനു മുമ്പേ മരിച്ചാലും പേടിക്കരുത്, ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരിക്കുന്ന ക്രിസ്ത്യാനിയാകാം. രണ്ടും നല്ല കാര്യമാണ്. അതുകൊണ്ട് ബൈബിൾ വായനയിലേക്ക് ഒരാഭിമുഖ്യം ഉണ്ടാകട്ടെ. 4 പാപങ്ങൾ: ഹൃദയകാഠിന്യം, ദുശാഠ്യം ഒരു സെറ്റ്. സെക്കൻഡ്, ജനതകളുടെ മ്ലേച്ഛതകൾ അനുകരിച്ചു, ദൈവദൂതന്മാരെ പരിഹസിച്ചു, കർത്താവിൻ്റെ വചനത്തെ നിന്ദിച്ചു. അഞ്ചാമത്തെ പാപം അതെനിക്ക് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. മറ്റേത് രണ്ടും നമുക്ക് മെൻഷൻ ചെയ്ത് പോയാൽ മതി. അഞ്ചാമത്തെ പാപം അതൊരു നമുക്കിടയിൽ പറ്റുന്നൊരു പാപമാണ്. നിങ്ങൾ നമസ്കാരങ്ങൾ പഠിച്ചിട്ടില്ലേ? 32 കൂട്ടം നമസ്കാരങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇല്ലേ? ചിലയിടത്ത് 33 കൂട്ടമാണോ? അതാണോ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഞാനൊരു നമസ്കാരത്തിൻ്റെ തലക്കെട്ടിൻ്റെ ആദ്യത്തെ വാക്ക് പറയാം. ആർക്കെങ്കിലും പൂരിപ്പിക്കാൻ പറ്റും നോക്കട്ടെ. ഇത് പൂരിപ്പിച്ചാൽ ഞാൻ തന്നെ ചിലപ്പോൾ സമ്മാനം തരും, തന്നു പോകും ചിലപ്പോൾ. അതായത് ഉദാഹരണത്തിന് തിരുസഭയുടെ ബാക്കി എന്താ? തിരുസഭയുടെ കൽപ്പനകൾ. എനിക്കതാ ഉദ്ദേശിക്കുന്നത്. തലക്കെട്ടിൻ്റെ ആദ്യത്തെ വാക്ക് പറയാം, ബാക്കി പൂരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ സംശയം. പറയട്ടെ. ദൈവസന്നിധിയിൽ. ബാക്കി പറയാം ആർക്കെങ്കിലും? എനിക്ക് സ്ഥലം മാറിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊക്കെ നല്ല എഡ്യൂക്കേറ്റഡ്, നല്ല കാത്തലിക് ഫെയ്ത്തുള്ള ദൈവജനമാണ്. ആരാത് പറഞ്ഞത്? കൈപൊക്കാവോ? പറഞ്ഞ ആള് അവിടെ പറഞ്ഞു. പിന്നെ ആരാ പറഞ്ഞേ? ഇവിടെ പറഞ്ഞായിരുന്നോ? മാസ്ക് ഇരിക്കുന്നോ DTS എഫക്റ്റാ, കറങ്ങി അടിച്ച സ്വരം തരുന്നത്. എവിടുന്നാ വരുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തായിരുന്നു പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്തേ? ദൈവസന്നിധിയിൽ പ്രതികാരം ആവശ്യപ്പെടുന്ന പാപങ്ങൾ എത്രയാ? 7? അത്രയില്ല, അത് കൂട്ടരുത്. കർത്താവ് അത്രയൊന്നും പ്രതികാരം. 3 അല്ല, 5 അല്ല, 1, 2. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പ്രസ്താവന പിൻവലിച്ചു കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങൾ ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞായിരുന്നു, അത് പിൻവലിച്ചു. ദൈവസന്നിധിയിൽ പ്രതികാരത്തിന് ആവശ്യപ്പെടുന്ന പാപങ്ങൾ 4. അതിനകത്ത് 1. അപ്പം അങ്ങനെ പാപമുണ്ട് കേട്ടോ, അങ്ങനെ പാപമുണ്ടെന്ന് ഓർത്തേക്ക്. ദൈവം പ്രതികാരം ദാഹിക്കുന്ന പാപങ്ങൾ അതിലൊന്നാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ നിഷ്കളങ്കരെ വേദനിപ്പിക്കരുത്. അത് ബൈബിളിൽ ആകമാനമുള്ളൊരു മെസ്സേജാണ്. നിങ്ങളത് ബൈബിൾ ശ്രദ്ധയോടെ വായിക്കുന്നവർക്ക് മനസ്സിലാകും. ബൈബിളിൽ ആകമാനമുള്ള ഒരു തീമാണ്. എന്താണെന്നറിയാമോ? നിഷ്കളങ്കരെ വേദനിപ്പിച്ചാൽ ദൈവം അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇത് ബൈബിളിലുണ്ട് ഇങ്ങനൊരു കൺസെപ്റ്റ്. നിഷ്കളങ്കരെ വേദനിപ്പിക്കരുത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അച്ചോ ഞങ്ങളാരും പാവങ്ങളെ വേദനിപ്പിക്കാൻ പോകുന്നൊന്നുമില്ല, ഞങ്ങളിവിടെ സമാധാനമായിട്ട് ബാംഗ്ലൂരിൽ ജീവിക്കുന്നു, ഞങ്ങൾ ഏത് പാവങ്ങളെ വേദനിപ്പിക്കാനാണ് പോകുന്നത്? എന്താ സംഭവം എന്നറിയാവോ? നീ കൂലി കൊടുക്കാതിരുന്നാൽ, അർഹിക്കുന്ന കൂലി കൊടുക്കാതെ, ഇത് നീതിയും ധർമ്മവുമായിട്ട് ബന്ധപ്പെട്ടതാണേ. നമ്മളൊക്കെ ചിലപ്പോൾ പള്ളിക്കകത്ത് പക്കയായിരിക്കും. അയ്യോ സ്വർഗസ്നാപേദമൊക്കെ ചെല്ലുന്ന കേട്ടാൽ കർത്താവ് തമ്പുരാൻ ഇങ്ങനെ ഇറങ്ങിപ്പോരും. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് നീ ചെല്ലിട്ടേ നിന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നയാൾക്ക് കൂലി കൊടുത്തോ? കൃത്യമായിട്ട് കൊടുത്തോ? നിന്നോട് കച്ചവടത്തിൽ ഏർപ്പെട്ട ഒരാൾക്ക് നേരോടെ നെറിയോടെ അവൻ അർഹിക്കുന്നത് നീ കൊടുത്തോ? കൊടുത്തിട്ടില്ലെങ്കിൽ പാപമായെന്നേ. നമ്മുടെ വിചാരം എന്താ? പള്ളിക്ക് കൃത്യമായിട്ട് പിരിവ് കൊടുക്കുന്നു, കുർബാന മുടക്കാതിരിക്കുന്നു, സന്ധ്യാപ്രാർത്ഥന, ഇങ്ങനത്തെ കപട ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടുകയാണ്. എല്ലാം പക്കയാ, റിലീജിയസ് ആണ്. ജസ്റ്റ് ആണോ? അല്ല. നീതിബോധമുണ്ടോ? ഇല്ല. ഇത് കർത്താവ് ഇടപെടും. നമുക്ക് അർഹതപ്പെടാത്ത കാശ് വീട്ടിൽ കൊണ്ട് കയറ്റരുത്. ഇത് പ്രത്യേകം ഓർത്തേക്കണേ. നമുക്ക് അർഹതപ്പെടാത്ത കാശ് വീട്ടിൽ കൊണ്ട് കയറ്റരുത്. അതായത് നമുക്ക് അർഹതപ്പെടാത്ത, നമ്മൾ വീട്ടിൽ കൊണ്ട് കയറ്റിയിരിക്കുന്ന ഓരോ ചില്ലി കാശിൻ്റെ മേലും അത് അർഹതപ്പെട്ടവൻ്റെ നിലവിളിയുണ്ട്. ഏതോ പാവപ്പെട്ട വീട്ടിലെ കുഞ്ഞുങ്ങളുടെ കണ്ണീരുണ്ട്. ആ കാശ് കൊണ്ട് വേണമായിരുന്നു അവനവൻ്റെ മക്കളെ ഊട്ടാൻ, അവൻ്റെ പിള്ളേർക്ക് തുണി വാങ്ങിച്ചു കൊടുക്കാൻ, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ. അപ്പോൾ നിനക്ക് അധിക ലാഭം വന്നിട്ടുണ്ടെങ്കിൽ, ഏത് മേഖലയിലാണെങ്കിലും നിനക്ക് അധിക പണം, അധിക ലാഭം വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആരൊക്കെയോ കൊള്ളയടിക്കപ്പെട്ടു. അതിൻ്റെ ഫലമാണ് അധിക ലാഭം. നിഷ്കളങ്കനെ വേദനിപ്പിക്കുകയാണ്.
ദൈവം ചോദിക്കും, പ്രതികാരം ചോദിക്കും. ആ പാപം ചെയ്യരുത്. ഇസ്രായേലിനെ പറ്റിയ അപകടമാണ് നിഷ്കളങ്ക രക്തം വീഴിച്ചു എന്നുള്ളത്. ഇതിൻ്റെ പല വേർഷൻസ് ഉണ്ട് കേട്ടോ, ഇതിൻ്റെ പല വേർഷൻസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും കൊച്ചു കൊച്ചു കാര്യമായിട്ട് പറയാം. ഏറ്റവും നിസ്സാരമായിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഡിന്നർ ഔട്ടിനൊക്കെ പോകാറില്ലേ? ഇല്ലേ? അല്ലേ, പോകും. ഡിന്നർ ഔട്ടിനൊക്കെ വല്ലപ്പോഴൊക്കെ പോകാറില്ലേ? ഞാനും പോവും. എനിക്കിഷ്ടമാണ് അങ്ങനെ പുറത്തൊക്കെ പോകാനൊക്കെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ശരിക്കും പക്ഷേ ഇങ്ങനെ റെസ്റ്റോറൻറ്റ്സിലൊക്കെ പോയാലും ഞാൻ ഈ ചുറ്റുമിരിക്കുന്ന ടേബിളുകളിലേക്കൊക്കെ നോക്കും. ചുമ്മാ കൊതി വിടുന്നതല്ല, വെറുതെ ഒബ്സർവ് ചെയ്യുന്നതാണ്. എല്ലാവരും എന്തായി ചെയ്യുന്നത്, എന്തായി ഓർഡർ ചെയ്യുന്നത്, എങ്ങനെയാണ് കഴിക്കുന്നത്, ചുമ്മാ നോക്കും. അവർക്കൊരു എന്താ പറയുക, അവർക്കൊരു ബുദ്ധിമുട്ടാകാത്ത രീതിയിൽ ഞാൻ ജസ്റ്റ് എല്ലാവരെയും ഒന്ന് ഒബ്സർവ് ചെയ്യും. അപ്പം ഞാൻ സങ്കടത്തോടെ പെടും. നമ്മൾ കാണുന്ന കാഴ്ച, നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ എന്തുമാത്രം ഫുഡാണെന്നറിയോ ഓർഡർ ചെയ്യുന്നത്, എന്തുമാത്രം ഫുഡാണ് ഓർഡർ ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ ഒരു അറ്റവും മൂലയും കഴിച്ചിട്ട് ബാക്കി മുഴുവൻ വേസ്റ്റായിട്ട് മാറ്റുക. ഈ വേസ്റ്റ് എടുത്ത് മാറ്റുന്ന വെയിറ്ററിൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കണം. അവന് അത്യാവശ്യം ഫുഡ് കിട്ടിയിട്ടുള്ളതായിരിക്കും. അവന് ഈ നിങ്ങൾ ഓർഡർ ചെയ്ത ലക്ഷറി ഐറ്റംസ് മുഴുവൻ വാരിക്കളയേണ്ടി വരുന്ന അവൻ്റെ ഭാരം ഒന്ന് ഓർക്കണം. നീ പാഴാക്കിക്കളയുന്ന ഓരോ അരിമണി ചോറിൻ്റെ മേലും പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ കണ്ണീരുണ്ടെന്നേ. ഇത് പാവപ്പെട്ടവനെ ദ്രോഹിക്കല ഈ പറഞ്ഞ കാര്യം. നിഷ്കളങ്കനെ വേദനിപ്പിക്കില്ല. അപ്പം നമ്മളോർക്ക് ഞാൻ അധ്വാനിച്ച ഞാൻ കാശ് കൊടുത്തു, ഇതിൻ്റെയൊക്കെ അധികാരി നീയാണെന്നാണ് ധരിച്ചിരിക്കുന്നത്. എല്ലാം ട്രസ്റ്റിഷിപ്പാണ്. എല്ലാം കർത്താവ് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതാണ്. വിശ്വസ്തയോടെ വേണേ എല്ലാം സൂക്ഷിക്കാൻ. ഇത് മക്കളായാലും സമ്പത്തായാലും വീടായാലും കുടുംബമായാലും വിശ്വസ്തയോടെ സൂക്ഷിക്കണേ. തന്നതിനെയൊക്കെ ഒന്നിൻ്റെ മേലും നമുക്ക് അധികാരമില്ല കേട്ടോ. ഞാൻ ഈ ചേട്ടത്തിമാരോടൊക്കെ ചോദിക്കും, ചേട്ടത്തിമാരെ ഇന്ന് ചെന്നിട്ടുണ്ടല്ലോ, നിങ്ങളുടെ വാർഡ്രോബ് ഒന്ന് തുറന്ന് നോക്കണം. ഇങ്ങനെ പർവ്വതം കണക്കെ ഇരിപ്പുണ്ടായിരിക്കുമല്ലോ, മുകളിൽ നിന്ന് കഴുത്ത് വെട്ടാതെ താഴേക്ക് നോക്കിക്കൊണ്ട് വരണം. ഇരിപ്പില്ല ഇഷ്ടം പോലെ. അതൊരു ആത്മനിർവൃതിയാണെന്ന് എനിക്കറിയാം. എല്ലാ സ്ത്രീകൾക്കും ഒരു ആത്മസന്തോഷത്തിൻ്റെ നിമിഷമാണ് ഇതിങ്ങനെ ഇടയ്ക്ക് തുറന്ന് കണ്ട് ഇങ്ങനെ താഴെ വരെ എത്തി പിന്നെ ഒന്ന് മുകളിലേക്ക് പോകുമ്പോൾ നമുക്കൊരു നിഗൂഢ സന്തോഷമാണ്. പക്ഷേ എൻ്റെ ചോദ്യം, കഴിഞ്ഞ ഒരു വർഷം പോട്ടെ, കോവിഡൊക്കെ ആയിരുന്നു, 2 വർഷം എടുത്തു. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ നീ ഒരു തവണ പോലും ഉടുക്കാത്ത വസ്ത്രം നിന്റെ അലമാരിൽ ഇരിപ്പുണ്ടെങ്കിൽ ആ വസ്ത്രത്തിൻ്റെ മേല് പാവപ്പെട്ടവൻ്റെ നിലവിളിയില്ലേ? നിഷ്കളങ്കരെ വേദനിപ്പിക്കരുത്, അർഹതപ്പെട്ടത് നിഷേധിക്കരുത് ആർക്കും. അല്ലെങ്കിൽ ദൈവം യുദ്ധം ചെയ്യും. ദൈവം നമുക്കെതിരെ യുദ്ധം ചെയ്യും. 6-ാമത്തെ 7-ാമത്തെയും പാപം, ദേവാലയത്തെ അശുദ്ധമാക്കരുത്. അത് നമ്മൾ അവസാന ദിവസം ആ വിഷയം പറയുന്നുണ്ട്. ദേവാലയം, സഭ, ആ വിഷയം 3rd ഡേ ഉണ്ട്. ഒടുവിലെത്തത് സാബത്ത് ആചരിക്കണം. 7 പാപങ്ങൾ ഇതാണ് അവർ ലംഘിച്ചത്. സാബത്ത് ലംഘിച്ചു, ദേവാലയത്തെ അശുദ്ധമാക്കി. പ്രിയമുള്ളവരെ, സമയം തീർന്നു. ഈ ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായത്തിൽ വേലിയെക്കുറിച്ചുള്ള കാര്യം നിങ്ങൾക്ക് അറിയത്തില്ലേ? വേലി അറിയാമോ? വേലി ആ സംഭവം അറിയാമോ? ഏശയ്യാ 5 നമ്മൾ 6:1 പറഞ്ഞത്. ഉസ്യരാജ് ഏശയ്യാ 5 ശ്രദ്ധിച്ച്, ഇതും കൂടെ പറഞ്ഞ് നിർത്തുകയാണ്. വൈൻഡപ്പ് ചെയ്യുക. ശ്രദ്ധിച്ചിരിക്കണം. ഇത് വളരെ ശ്രദ്ധയോട്ടിരിക്കണം. കാരണം നമ്മൾ ആരാധനയെ പ്രാർത്ഥിക്കാൻ പോകുന്നത് നാളെ നിങ്ങൾ ഏൽപ്പിച്ചു വിടുന്ന ഈ കാര്യമാണ്. ഏശയ്യാ 5 മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച്. അപ്പോൾ അവിടെ ദൈവം മുന്തിരിത്തോട്ടത്തിന് ചുറ്റും വേലി കെട്ടി അതിനകം കിളച്ച് നല്ലത് നട്ട് മുന്തിരിച്ചൊക്കെ കുഴിച്ചിട്ട് എല്ലാം കൊടുത്തു മുന്തിരിത്തോട്ടത്തിന് വേണ്ടി. ആരായി മുന്തിരിത്തോട്ടം? നമ്മളാണ്. എല്ലാം കൊടുത്തിട്ട്, എല്ലാം നമുക്ക് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ട്, ഈ മുന്തിരിത്തോട്ടത്തിന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്തിട്ട് കർത്താവ് നോക്കിയിരിക്കുകയാണ്. എന്തിന്? ഈ മുന്തിരിത്തോട്ടം, അതായത് നീ, ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ട് നിങ്ങൾ കേട്ടോ, നീ നല്ല മുന്തിരിപ്പഴം തരുമെന്ന് പ്രതീക്ഷിച്ച് കർത്താവ് നോക്കിയിരിക്കുകയാണ്. കർത്താവിന് അങ്ങനെ പ്രതീക്ഷിക്കാൻ അവകാശമുണ്ടോ ഇല്ലയോ? നിന്നിൽ നിന്ന് മുന്തിരിത്തോട്ടം വിട്, നിന്നിൽ നിന്ന് നല്ലത് പ്രതീക്ഷിക്കാൻ കർത്താവിന് അവകാശമുണ്ടോ ഇല്ലയോ? വൈ? എന്തുകൊണ്ട്? ചെയ്യാവുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അത്രേ ഉള്ളൂ. നിനക്ക് വേണ്ടി ചെയ്യാവുന്നൊക്കെ കർത്താവ് ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ കർത്താവിന് നല്ലതിന് അവകാശമുണ്ട്. നമ്മൾ വായിക്കുകയാണ്, പക്ഷേ ആ മുന്തിരിത്തോട്ടം കൊടുത്തത് കാട്ടുമുന്തിരിപ്പഴമാണ്. ആ മുന്തിരിത്തോട്ടം കൊടുത്തത് കാട്ടുമുന്തിരി. എൻ്റെ കർത്താവ് പറയുകയാണ്, കർത്താവിൻ്റെ ഒരു നിലവിളിയുണ്ട്. അത് ഞാനിങ്ങനെ ഭയങ്കര രസകരമായിട്ട് റിലേറ്റ് ചെയ്യുന്നൊരു എന്നെ റിലേറ്റ് ചെയ്യുന്നൊരു നിലവിളിയുണ്ട്, ഒരു സങ്കടമുണ്ട്, ഒരു കരച്ചില്ല കർത്താവിൻ്റെത്. കർത്താവ് കരയുന്നത് ഇങ്ങനെയാണ്: ജെറുസലേം നിവാസികളെ, യൂദയായിൽ വസിക്കുന്നവരെ, നിങ്ങൾ എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധി പറയുവിൻ. എൻ്റെ മുന്തിരിത്തോപ്പിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ ഇനി എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? ഇതാണ് കർത്താവിൻ്റെ സങ്കടം. അതായത് കർത്താവ് നിലവിളി ചോദിക്കുകയാണ്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി
ഞാൻ ചെയ്തതിലേറെ ഇനി എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ റിലേറ്റ് ചെയ്യുന്നത് ഈ മാർക്കുമൊക്കെ ആയിട്ടെ. ശ്രീയക്കച്ചൻ പ്രിൻസിപ്പളായിരുന്ന കാലത്ത് വാങ്ങിച്ച മാർക്കുമായിട്ട് ഞാൻ വീട്ടിൽ ചെല്ലുമല്ലോ. വീട്ടിൽ ചെല്ലുമ്പോൾ മമ്മിയുടെ വക ഒരു പ്രകടനമുണ്ട്. ആ മാർക്ക് കുറഞ്ഞാൽ 2 അടി തരണം, വഴക്ക് പറയണം. അതല്ലേ മര്യാദ, അതല്ലേ മര്യാദ. പക്ഷെ മമ്മിയുടെ പ്രകടനം എന്താണെന്ന് വെച്ചാൽ, അയൽപക്കത്തെ ചേച്ചി അവിടെ ഇറങ്ങിയിരിക്കുന്നത് നോക്കിയിട്ട് എൻ്റെ മാർക്ക് ലിസ്റ്റുമായിട്ട് അവിടെ ചെന്നിട്ട് ചേച്ചിയോട് ചോദിക്കുകയാണ്, അയൽപക്കത്തെ ആൻറ്റിയോട് ചോദിക്കുകയാണ്, ഇവനിവിടെ എന്തിൻ്റെ കുറവാ? ഇവനെല്ലാം കൊടുക്കുന്നില്ലേ? ഇവന് വേണ്ട ഭക്ഷണം, ഇവന് വേണ്ട വസ്ത്രം, ഇവന് വേണ്ട ട്യൂഷൻ, ഇവന് വേണ്ട ഫീസ് എല്ലാം കൊടുക്കുന്നില്ലേ? പിന്നെ ഇവന് നല്ലത് നല്ല മാർക്ക് മേടിച്ചാൽ എന്താ? ഇതേ സങ്കടത്തോടെയാണ് കർത്താവ് ചോദിക്കുന്നത്. നിങ്ങൾ റിലേറ്റ് ചെയ്തേ. ജെറുസലേം നിവാസികളെ, യൂദയായിൽ വസിക്കുന്നവരെ, നിങ്ങൾ എനിക്കും എൻ്റെ മുന്തിരിത്തോട്ടത്തിന് മധ്യേ വിധി പറയുവിൻ. ഈ മുന്തിരിത്തോപ്പിന് വേണ്ടി ഞാൻ ചെയ്തതിലേറെ ഇനി എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടിയിരുന്നത്? കാട്ടുമുന്തിരിപ്പഴം കൊടുത്തു. കർത്താവിൻ്റെ തീരുമാനമാണ് കേൾക്കേണ്ടത്. കർത്താവിൻ്റെ തീരുമാനമാണ്. കർത്താവ് തീരുമാനം എന്നറിയാവോ? കർത്താവ് ചെയ്യാൻ പോകുന്ന കാര്യം, ഞാൻ അതിൻ്റെ വേലി പൊളിച്ചു കളഞ്ഞ് നാശത്തിന് വിട്ടുകൊടുക്കുന്നു. അതായത് നമ്മുടെ ഇത് പറയുന്ന കാര്യം കൺഫ്യൂസ്ഡ് ആകരുത്, ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും ദൈവിക പദ്ധതി അല്ല കേട്ടോ. ഇത് ഓർത്തേക്ക്. നാളെ കുമ്പസാരത്തിന് ഒരുങ്ങുമ്പോൾ ഇതും കൂടെ ഓർത്തിട്ട് ഒരുങ്ങണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും അൽഫോൻസാമയല്ല. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സഹനങ്ങളും ദൈവിക പദ്ധതി അല്ല. പിന്നെയോ ചില പാപങ്ങൾ കൊണ്ട് നമ്മൾ വരുത്തി വെച്ച സഹനങ്ങളുണ്ട്. നന്ദികേടിൻ്റെ കാട്ടുമുന്തിരിപ്പഴം കർത്താവിന് കൊടുത്തതിൻ്റെ ഫലമായി കർത്താവ് സംരക്ഷണത്തിൻ്റെ വേലി പൊളിച്ചിട്ടു. സംരക്ഷണത്തിൻ്റെ വേലി പൊളിച്ചിടാൻ നോക്കിയിരിക്കുകയായിരുന്നു പിശാച്. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബത്തിൽ കയറി സംഹാരത്തിൻ്റെ താണ്ഡവമാടും. അതുകൊണ്ട് നാളെ കുമ്പസാര ദിവസം എന്താ സംഭവിക്കേണ്ടത്? ഈ രീതിയിലാണെങ്കിൽ എന്താ സംഭവിക്കേണ്ടത്? വേലി പുതുക്കി കിട്ടുന്ന ദിവസമാകണം നാളെ. സംരക്ഷണത്തിൻ്റെ വേലി പുതുക്കി കിട്ടുന്ന ദിവസമാക്കി നാളത്തെ ദിവസത്തെ മാറ്റണം. പ്രിയമുള്ള ദൈവജനമേ, നമുക്ക് ആരാധനയ്ക്ക് വേണ്ടിയിട്ട് മുട്ടിമെന്നിക്കാം. ദിവ്യകാരുണ്യ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് പാപബോധത്തിനായി യാചിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കുരിശിലെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് അനുദപിക്കാൻ പറ്റണം. ആ സ്നേഹത്തിലേക്ക് തിരികെ വരാൻ പറ്റണം.